സിദ്ധസൂക്തി കാമീശ്വരി ശിവസമാരംഭാം ശങ്കരാചാര്യമധ്യം ഗുരുപരമ്പര സ്മൃതിപുരാണാനാം നമാമി ഭഗവത്പാദ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാജ്ഞേതി മൂർത്തിഭേദവിഭാഗിനി ഭൂമം വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 21-ാം ശ്ലോകം ശങ്കരഭാഷ്യം. ഇവിടെ ചർച്ച ചെയ്തു വന്നത് മനസ്സ് ആണ് ആത്മദർശനത്തിന് കാരണം. മനസ്സുകൊണ്ടാണ് ആത്മാവിനെ ദർശിക്കുന്നത്. എങ്ങനെയുള്ള മനസ്സ്? ശാസ്ത്ര ആചാര്യ ഉപദേശ ജനിത ശമദമാദി സംസ്കൃതം മനഃ ആത്മദർശനീകരണം. മനസ്സൈവ അനുദ്രഷ്ടവ്യം. ഇതിന്റെ അനുദർശനം സാക്ഷാത്കാരം മനസ്സായവ, മനസ്സുകൊണ്ട് തന്നെയാണ് എന്നാണ്. ഇവിടെ ഒരു ചോദ്യം കൊണ്ട് ഒരു മുമുക്ഷുവിന്റെ ജീവൻമുക്താവസ്ഥയിലേക്കുള്ള പരിണാമദിശയിൽ സർവകർമ്മങ്ങളും ബാഹ്യമായും ആന്തരികമായും കൊഴിയുന്ന ഘട്ടം അനിവാര്യമായി സംഭവിക്കുമോ? കേവലം ആന്തരികമായ കർമ്മസന്യാസം മാത്രമായാലും അത് ജീവൻമുക്തിയിലേക്ക് നയിക്കില്ലേ? ഈ വിഷയത്തിൽ ആചാര്യസ്വാമികളുടെ മതം എന്താണ്? മറ്റ് പ്രമുഖ ആചാര്യന്മാരുടെ അഭിപ്രായം കൂടി വ്യക്തമാക്കാമോ? ഇവിടെ സർവകർമ്മങ്ങളും ആചാര്യസ്വാമികൾ പറയുന്നത് സർവകർമ്മങ്ങളെയും ആന്തരികമായും ബാഹ്യമായും ത്യജിക്കണം എന്നാണ്. സർവകർമ്മ സന്യാസം അതാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. കേവലം ആന്തരികമായ കർമ്മസന്യാസം അത് പോരാ എന്നാണ്. ബാഹ്യമായി കൂടെ ത്യജിക്കണം എന്നാണ്. കാരണം ആചാര്യസ്വാമിയുടെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ ബാഹ്യമായി കൂടെ ത്യജിക്കുന്നതാണ് സന്യാസം. പക്ഷേ അവിടെ കർമ്മം എന്ന് പറയുമ്പോൾ ചോദ്യം ചോദിക്കുന്നയാൾ മറന്നുപോയി എന്താ കർമ്മം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ വിശദീകരിച്ചിട്ടും ഇവിടെ കർമ്മം എന്ന് പറയുമ്പോൾ സർവകർമ്മങ്ങളെയും ഒരുപോലെ എടുത്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ത്യജിക്കുന്നത് അവിടെ വിഹിതാനാം കർമ്മണാം വിധിനാ പരിത്യാഗ. അതാണ് സന്യാസത്തെക്കുറിച്ച് പറയുന്നത്. ഉപരതി സന്യാസം, വിഹിതമായ കർമ്മങ്ങളുടെ വിധിവത് പരിത്യാഗം. അതാണ് കർമ്മം. കർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ വിഹിത കർമ്മവും
സാധാരണ കർമ്മവും തമ്മിലുള്ള വ്യത്യാസമില്ലാതെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ചോദ്യകർത്താവും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ശങ്കരാചാര്യരുടെ അഭിപ്രായം വരുമ്പോൾ അവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്ന നിർവചനം തന്നെ അങ്ങനെയാണ്. വിഹിതാനാം കർമ്മണ. വിഹിതകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ വർണ്ണ ആശ്രമ വ്യവസ്ഥകളിൽ വർണ്ണത്തിനും ആശ്രമത്തിനുമായി വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ. ആ കർമ്മങ്ങളുടെ വിധിവത് പരിത്യാഗമാണ് സന്യാസം. അങ്ങനെയുള്ള സന്യാസത്തോടുകൂടിയ ജ്ഞാനനിഷ്ഠ, അത് ജ്ഞാനോത്പത്തിക്കും മോക്ഷത്തിനും കാരണമാണ്. ഇതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ സർവകർമ്മം എന്ന് പറയുമ്പോൾ സാധാരണ കർമ്മങ്ങൾ അതിൽ പെടുന്നില്ല. എന്തുകൊണ്ടതൊന്നും വിഹിതമല്ല. വിധിച്ചതേ ത്യജിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇവിടെ ഗീതയിൽ സർവകർമ്മങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നത് വിഹിതകർമ്മങ്ങൾ മാത്രമല്ല, ശരീരചേഷ്ടകളെ പോലും കർമ്മങ്ങളായി ഗണിച്ചൂടെ പരിഗണിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് ആചാര്യസ്വാമികളെ സംബന്ധിച്ച് മുഖ്യമായി മറ്റു കർമ്മങ്ങളെ പ്രതിപാദിക്കുന്നില്ല എന്നില്ല. ആചാര്യസ്വാമികളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായും പറയുന്നത് ഈ വിഹിത കർമ്മങ്ങളെ സംബന്ധിച്ചാണ്. അതിനെ പരിത്യജിക്കുന്നതാണ് സന്യാസം. മുമ്പും അത് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മളെ ചുറ്റുപാടുകളിൽ നമ്മൾ ഇന്ന് അനുഷ്ഠിക്കുന്നതും കാണുന്നതുമായ സന്യാസത്തിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇന്നത്തെ ഒരു സന്യാസത്തിന് അന്നൊരു പ്രസക്തി ഉണ്ടായിരുന്നില്ല സ്വാമിയുടെ കാലത്ത്. സ്വാമിയുടെ കാലത്തുള്ള ആ സന്യാസത്തിന് ഇന്നും പ്രസക്തിയില്ല. ഈ പറയുന്ന സന്യാസം എന്ന് പറയുന്നത് ഒരു സമൂഹം വർണ്ണ ആശ്രമ വ്യവസ്ഥകൾക്കനുസരിച്ച് പോകുന്നിടത്ത് ഇത്തരം സന്യാസത്തിനൊരു പ്രസക്തിയുള്ളൂ, വിധിവത് പരിത്യാഗത്തിന്. അഭ്യുദയത്തിന് വേണ്ടി അന്ന് ആ കാലഘട്ടം, ആചാര്യസ്വാമികൾ വരുന്ന കാലഘട്ടം, മനുഷ്യൻ അഭ്യുദയത്തിന് വേണ്ടി സ്വർഗാദി ഫലങ്ങൾക്ക് വേണ്ടി ഈ വേദാധ്യയനം ചെയ്തതിനു ശേഷം അവരെല്ലാം ഇത്തരം കർമ്മങ്ങളിൽ മുഴുകിയിരുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെ ഒരു ചുറ്റുപാടായിരുന്നു. അതിന് രാജ്യം ഭരിച്ചിരുന്നത് ക്ഷത്രിയ രാജാക്കന്മാർ, ബ്രാഹ്മണരവരുടെ പുരോഹിതന്മാർ. ഈ പുരോഹിതന്മാരുടെ ജോലി ഈ രാജാക്കന്മാരെ കൊണ്ട് വലിയ വലിയ യാഗങ്ങൾ ചെയ്യിക്കുക, അതിന്റെ ദക്ഷിണ വാങ്ങുക, ഇതായിരുന്നു അവരുടെ ജോലി. സുഖമായിട്ട് ജീവിക്കുക. ഈ ക്ഷത്രിയന്മാരായ രാജാക്കന്മാർക്ക് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗം, മരിച്ചതിന് ശേഷമുള്ള സ്വർഗം. പുരോഹിതന്മാർക്ക് ഇവിടെ തന്നെ സ്വർഗം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം. ദക്ഷിണയും സ്വർണമാണ് ദക്ഷിണയായി കൊടുക്കേണ്ടത്. ഇങ്ങനൊരു സാഹചര്യം വരുന്ന അന്ന് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ആചാര്യസ്വാമികൾ വന്ന് ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഈ കർമ്മം ചെയ്ത് മരിക്കുക എന്നുള്ളതല്ല ജീവിതത്തിന്റെ ലക്ഷ്യം, മോക്ഷം എന്നുള്ളൊരാശയത്തിന് പ്രാധാന്യം കൊടുത്ത് കർമ്മത്യാഗത്തിന് പ്രേരിപ്പിച്ചു. അതുകൊണ്ട് അവിടെ അന്ന് പ്രസക്തമായിരുന്നതിനെ നിഷേധിച്ചു. പ്രസക്തമായിരുന്നു വൈദിക കർമ്മം, അതിനെ നിഷേധിച്ചു. അതിനായിരുന്നു പ്രാമുഖ്യം. പിന്നെ അത് വിട്ടിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മസന്യാസം ബാഹ്യമായും ആന്തരികമായും വേണോ? മനസ്സുകൊണ്ട് കർമ്മങ്ങളെ ത്യജിച്ചിട്ട് ബാഹ്യമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അതാകാമോ അടുത്ത്? അതിനെക്കുറിച്ചാണ് ഇവിടെ ഭാഷ്യത്തിൽ ചർച്ച വരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗത്തിൽ അത് വരുന്നുണ്ട്. അങ്ങനെ ആകാമോ മനസ്സുകൊണ്ട്
കർമ്മങ്ങൾ ത്യജിച്ച് ബാഹ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പോകാമോ എന്നുള്ളതാണ്. അത് നമ്മൾ ചർച്ച ചെയ്യൂടെ. അപ്പൊ ഈ ബാഹ്യമായ കർമ്മത്യാഗം ആചാര്യസ്വാമികൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ മറ്റുള്ള ആചാര്യന്മാർ സ്വീകരിക്കുന്നുണ്ട്. അതിനുള്ള വ്യത്യാസം ആചാര്യസ്വാമികൾ പറയുന്നത് സർവകർമ്മത്യാഗം, നിത്യനൈമിത്യ കർമ്മങ്ങൾ കൂടി ത്യജിക്കണമെന്നുള്ളതാണ്. പക്ഷെ മറ്റുള്ള ആചാര്യന്മാർ പലരും ഉപദേശിച്ചിരിക്കുന്നത് കാമ്യനിഷിദ്ധ കർമ്മങ്ങൾ ത്യജിച്ചാൽ മതി, നിത്യനൈമിത്യ കർമ്മങ്ങൾ ത്യജിക്കേണ്ട എന്നാണ്. ഏതെല്ലാം മാർഗത്തിൽ സന്യാസം എന്ന് പറയുന്ന ആശയത്തെ സ്വീകരിക്കുന്നുണ്ടോ അവിടെയെല്ലാം കർമ്മത്യാഗം വരുന്നു. സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മത്യാഗമാണ്, ഈ വൈദിക കർമ്മങ്ങളുടെ ത്യാഗം. ആ സന്യാസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളും ഒക്കെ അതാണ്. ഇപ്പോൾ ഉപനയനം ചെയ്യുന്നു. ഉപനയനം ചെയ്യുമ്പോൾ അവിടെ യജ്ഞോപവീതം, ശിഖ ഇതെല്ലാം ധരിക്കുന്നു. അപ്പൊ ഇതെല്ലാം വേദം അഭ്യസിക്കുന്നതിനുള്ള അധികാര ചിഹ്നങ്ങളായിട്ടാണ് അതൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ്. തുടർന്ന് വരുന്ന കർമാനുഷ്ഠാനത്തിനും ഇതൊക്കെ ആവശ്യമാണ്. അങ്ങനെയായിരുന്നു പഴയ കാലഘട്ടത്തിൽ അതൊക്കെ സ്വീകരിച്ചിരുന്നത്. ഈ വിഹിത കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിന് ഇതൊക്കെ കൂടിയേ തീരും. അതിന്റെ വിധിവത് പരിത്യാഗം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതിനും ഒരു വിധിയുണ്ട്, ആശ്രമവിധി, സന്യാസാശ്രമവിധി. ആ വിധിയിൽ എന്ത് ചെയ്യുന്നു? ഇതിനെല്ലാം ഉപേക്ഷിക്കുന്നു. ശിഖായജ്ഞോപീതങ്ങളെ ത്യജിക്കുകയാണ് സന്യാസത്തിന്റെ പ്രധാനമായ ചടങ്ങ്. പഴയ രീതിയിലുള്ള സന്യാസം മുഖ്യമായ ചടങ്ങെന്ന് പറയുന്നത് അതാണ്. ഇതിനെല്ലാം ഉപേക്ഷിക്കുന്നു. ശിഖ യജ്ഞോപീതത്തെ ഉപേക്ഷിക്കുന്നു. സന്യാസി അല്ലാത്തവനത് ഉപേക്ഷിക്കാൻ പാടില്ല. ബ്രഹ്മചാരിക്ക് അത് നിർബന്ധമായും വേണം. അതൊക്കെ ആയിരുന്നു അന്നത്തെ ആചാരങ്ങൾ. അപ്പൊ ഇതിനുപേക്ഷിക്കുന്നു. അതുപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാളെ സംബന്ധിച്ചിടത്തോളം നിത്യകർമ്മങ്ങൾ കൂടി പ്രസക്തമല്ലാതായിത്തീരുന്നു. നിത്യകർമ്മങ്ങളും അനുഷ്ഠിക്കുന്നില്ല. അതുകൊണ്ടാണ് പല ആചാര്യസ്വാമികളുടെ ഈ സമ്പ്രദായത്തിൽ സന്യാസിമാരെ പരമഹംസന്മാരെന്ന് പറയും. എന്ന് പറയുമ്പോൾ അവരിതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. നിത്യകർമ്മങ്ങൾ കൂടിയില്ല. മറ്റു പല സമ്പ്രദായങ്ങളിലും സന്യാസിമാരും യജ്ഞോപവീതവും മറ്റും സ്വീകരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവർ നിത്യകർമ്മങ്ങളും മറ്റും അനുഷ്ഠിക്കുന്നുണ്ട്. ഇവിടെ ആചാര്യസ്വാമികളുടെ സന്യാസ പരമ്പരയിൽ ഇതുപേക്ഷിക്കുന്നു. അതായത് യജ്ഞോപവേദം സ്വീകരിക്കുമ്പോൾ ബ്രഹ്മചര്യ ദീക്ഷ, വേദ അധ്യയനത്തിന് വേണ്ടിയിട്ടുള്ള ബ്രഹ്മചര്യ ദീക്ഷ യജ്ഞോപവേദത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ ഗായത്രി മന്ത്രം അത് ഉപദേശിച്ചു കൊടുക്കുന്നു, അത് അനുഷ്ഠിക്കുന്നു, ഗായത്രി ഉപാസിക്കുന്നു. വേദാധ്യയനകാലം മുഴുവൻ പിന്നെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാലും ഗായത്രി മന്ത്രം അത് ചൊല്ലണം. സന്യാസം സ്വീകരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഗായത്രി മന്ത്രത്തെ ഉപേക്ഷിക്കുന്നു. പരമഹംസ സന്യാസിമാർ, ഈ ആചാര്യ പരമ്പരയിൽപ്പെട്ട സന്യാസിമാര് സന്യാസ ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗായത്രി ചൊല്ലത്തില്ല. കാരണം ആ ഗായത്രി മന്ത്രം നിത്യകർമ്മത്തിൽപ്പെടുന്നതാണ്. നിത്യ അഗ്നിഹോത്രത്തിന്റെയും മറ്റും ഭാഗമായി വരുന്നതാണ്. അതുകൊണ്ട് അതുകൂടി ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് സന്യാസിമാര് ഗായത്രി മന്ത്രം ചൊല്ലാറില്ല. ആചാര്യസ്വാമിയുടെ പരമ്പരയിൽ പെടുന്ന സന്യാസ ദീക്ഷ എടുത്തിട്ടുള്ളത്. അപ്പം അത്രമാത്രം കർമ്മവുമായി ബന്ധപ്പെട്ട സർവത്തെയും ത്യജിക്കുന്നു. അപ്പോൾ നിത്യനൈമിത്യ കർമ്മങ്ങൾ കൂടി ഉപേക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് പിന്നെ പതനം, അതായത് ഒന്നുമില്ലാതെ വരും, ഒരനുഷ്ഠാനമില്ലാതെ വരും. അപ്പോൾ പതനം സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി സാധാരണ പ്രണവോപാസന, ഓങ്കാര ഉപാസന, അതാണ് നിർദ്ദേശിച്ചു കൊടുക്കുന്നത്. ഓങ്കാരത്തെ ഉപാസിക്കുക. അതും കേവലം മാനസികമായ അനുഷ്ഠാനം.
മാനസികമായ അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ഓങ്കാര ഉപാസനയാണ് നിർദ്ദേശിക്കുന്നത് സാധാരണ സന്യാസിമാർ. പിന്നെ ഗായത്രി നമുക്ക് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നല്ലോ, ആ ഗായത്രി ഉപേക്ഷിക്കുന്നുണ്ട് പരമഹംസ ഗായത്രി, പരമഹംസന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഗായത്രി, അത് ഉപദേശിച്ചു കൊടുക്കുന്നു. കർമ്മവുമായി ഒരു ബന്ധമില്ലാത്ത ഹംസഗായത്രി ഉപദേശിച്ചു കൊടുക്കുന്നു. ഹംസഗായത്രിയിൽ തന്റെ സ്വരൂപത്തെ ധ്യാനിക്കുന്നതാണ്. അത് കർമ്മവുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. മറ്റത് സാധാരണ ചൊല്ലി വരുന്ന സൂര്യഗായത്രി, അത് കർമ്മവുമായിട്ട് നിത്യകർമ്മത്തിനും മറ്റും അനുഷ്ഠിക്കുന്നതാണ്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പൂർണ്ണമായ ബാഹ്യ കർമ്മത്യാഗം, അതാണ് ആചാര്യസ്വാമികളുടെ സമ്പ്രദായത്തിന് അനുഷ്ഠിച്ചു വരുന്നത്. മാനസികമായും അത് മതിയോ എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്യും. ഈ ഭാഷ്യത്തിൽ തന്നെ ഉണ്ട്. അടുത്ത വേറെ ചോദ്യം വരുന്നത്, ആചാര്യസ്വാമികൾ പറയുന്ന സർവകർമ്മ സന്യാസത്തിന്റെ പ്രകൃതം ഏതെങ്കിലും മഹാത്മാക്കളുടെ ഉദാഹരണത്തിലൂടെ ഒന്ന് വിശദമാക്കാമോ? അതായത് ആചാര്യസ്വാമികൾ പറയുന്ന സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് ആചാര്യസ്വാമികൾ സ്ഥാപിച്ചു കഴിഞ്ഞ പരമഹംസ സന്യാസ മാർഗം. ആചാര്യസ്വാമികൾ അത് സ്ഥാപിച്ചാണ് പരമഹംസ സന്യാസം. ആ സന്യാസത്തിൽ എല്ലാവരും അനുഷ്ഠിക്കുന്ന അതാണ് സർവകർമ്മ സന്യാസം. പറഞ്ഞല്ലോ, വിഹിതമായ കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കുന്നില്ല. അത് തന്നെ നമ്മൾ ഇന്ന് അനുഷ്ഠിച്ചു വരുന്ന സന്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ സന്യാസിമാരായിരുന്നുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് അന്നൊരു വിഷയമേ ആയിരുന്നില്ല. ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാമോ ചെയ്യണ്ടയോ അതൊരു ചർച്ചാ വിഷയമായിരുന്നില്ല. അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നില്ല. അവിടെ പരാമർശിക്കുന്നത് വൈദിക കർമ്മങ്ങൾ അല്ലെങ്കിൽ ശ്രൗത കർമ്മങ്ങൾ വേണമോ വേണ്ടയോ, അതാണ് അവിടുത്തെ ചർച്ചാ വിഷയം. അതും ഇത് ഒരുമിച്ച് കൊണ്ടുപോകാമോ പാടില്ല, അത് വേണ്ട എന്ന ആചാര്യസ്വാമികൾ കർശനമായി പറഞ്ഞു. കർമ്മങ്ങൾ ഉപേക്ഷിക്കുക, അത്തരം കർമ്മങ്ങൾ പാടെ ഉപേക്ഷിക്കുക. അതായിരുന്നു ഈ സന്യാസത്തിന്റെ അല്ലെങ്കിൽ ആത്മനിഷ്ഠയുടെ ആന്തരികമായ ഭാവം അത് കണക്കിലെടുത്തല്ല ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്ന സർവകർമ്മ സന്യാസം. അത് കണക്കിലെടുത്തുകൊണ്ടല്ല. എത്രയോ മഹാത്മാക്കളുണ്ട്, അവരൊന്നും ഈ പറയുന്ന പോലെ ബാഹ്യമായ സർവകർമ്മ സന്യാസമൊന്നും അനുഷ്ഠിച്ചിട്ടില്ല. സന്യാസ ദീക്ഷ തന്നെ സ്വീകരിക്കാത്ത എത്ര പേരുണ്ട്. ജന്മനാൽ തന്നെ എത്ര പേര് ജ്ഞാനികളായി വരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ആചാര്യസ്വാമികൾ ചർച്ച ചെയ്യുന്നത് എപ്പോഴും ആ ചരിത്ര പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കണം. ഒരു കാലഘട്ടത്തിൽ വേദാധ്യയനം ചെയ്തവരെ മുഴുവൻ ഈ കർമ്മത്തിൽ മുഴുകിയിരുന്നു, യാഗഹോമാദികൾ മുഴുകിയിരുന്നു, സ്വർഗാദികൾക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അതല്ല ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്നവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ സർവകർമ്മ സന്യാസം. അതിന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായോ നമ്മുടെ ജീവിത പശ്ചാത്തലവുമായോ യാതൊരു ബന്ധവുമില്ല. അതിനെ ഇവിടെ ബന്ധപ്പെടുത്തി ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് വീണ്ടും നമ്മൾ സർവകർമ്മ സന്യാസം എന്ന് പറയുമ്പോൾ നമ്മളെ വെച്ച് ചിന്തിക്കുന്നു. നമുക്കതാകാമോ? അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാത്മാക്കൾ അവരുടെ സന്യാസം അതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു. അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ഈ പറയുന്ന സർവകർമ്മ സന്യാസം. അതില് പറഞ്ഞല്ലോ,
അങ്ങനെ ഒരു കാലഘട്ടത്തിൽ, അതായത് വർണ്ണ ആശ്രമ വ്യവസ്ഥയിലുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സർവകർമ്മ സന്യാസം പറഞ്ഞിരിക്കുന്നത്. അതിലും എങ്ങനെ ത്രൈവർണികന്മാർക്കാണ് വേദാധ്യയനത്തിന് അവകാശം, അവർക്കാണ് കർമ്മത്തിന് അവകാശം. അതിൽ തന്നെ പിന്നെ തർക്കങ്ങളുണ്ട്. ഈ പറയുന്ന സർവകർമ്മ സന്യാസത്തിന് ബ്രാഹ്മണർക്കേ അധികാരമുള്ളൂ, ത്രൈവർണികരിൽ തന്നെ ക്ഷത്രിയർക്കും വൈശ്യർക്കും അവകാശമില്ല. ഇങ്ങനെയൊക്കെ പറയുന്നവരാണ് ഈ ആചാര്യസ്വാമികളുടെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ഭൂരിപക്ഷം ആചാര്യന്മാർ. മിക്കവാറും എല്ലാവരും തന്നെ അങ്ങനെ പറയുന്നവരാണ്. അത് പിന്നീട് വളരെ കാലം കഴിഞ്ഞ് ആധുനിക കാലഘട്ടത്തിലാണ് അങ്ങനെയല്ല, ഈ പറയുന്ന സർവകർമ്മ സന്യാസം എല്ലാവർക്കും ആകാം. അപ്പൊ സന്യാസത്തിന്റെ രൂപവും ഭാവവും എല്ലാം മാറി. അപ്പൊ സന്യാസം എല്ലാവർക്കും ആകാം എന്നുള്ള നിലയിലേക്കൊക്കെ വന്നത്. ആചാര്യസ്വാമികൾ പറയുന്നതനുസരിച്ച് ആർക്കാണോ ഉപനയനം ചെയ്യുന്നതിനും വേദാധ്യയനത്തിനും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും അവകാശമുള്ളോ അവർക്ക് ആ സന്യാസവും പ്രാപ്തമാകുന്നുള്ളൂ. അതാരായിരുന്നു. അതുകൊണ്ട് ആവർത്തിച്ച് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഈ സർവകർമ്മ സന്യാസം ഒരിക്കലും നമ്മുടെ ജീവിതമായിട്ട് അതിനെ തട്ടിച്ചു നോക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിലെ സന്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന ഈ വിധിവത് കർമാനുഷ്ഠാനം ഇവിടെ ആർക്കും പ്രാപ്തമേയാകുന്നില്ല. ഗുരുവിന് ആധ്യാത്മിക ജിജ്ഞാസ ഉണ്ടാകുന്നു. സന്യാസത്തിന് ആഗ്രഹിക്കാന്ന് വെച്ചാൽ ഗൃഹസ്ഥാശ്രമം വേണ്ടെന്ന് വയ്ക്കുക, ഇത്രയേ ഉള്ളൂ അതിനർത്ഥം. അവിടെ ഈ കർമ്മപരിത്യാഗം അവിടെ വരുന്നില്ല, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ഒരാൾ കടക്കുന്നില്ല, ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, സ്വാർത്ഥമായി ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. ആ രീതിയിൽ നിന്ന് സന്യാസം മാറിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സന്യാസം ആചാര്യസ്വാമിയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സർവകർമ്മ സന്യാസം ഒരു ആത്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം മഹാത്മാക്കളുടെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ഈ പറയുന്ന തരത്തിലുള്ള ബാഹ്യ കർമാനുഷ്ഠാനം പ്രാപ്തമായവര് അത് ത്യജിക്കുന്നു. പക്ഷെ നമ്മൾ കാണുന്ന മഹാത്മാക്കളൊന്നും, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്കൊന്നും ഇത്തരം ഒരു കർമ്മം പ്രാപ്തമായിട്ടില്ല. അതുകൊണ്ടത് ത്യജിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ അവരുടെ ഉദാഹരണം ഏത് രംഗത്തിലാണ് വരുന്നത്? അവരുടെ ആത്മനിഷ്ഠയിൽ, ആത്മബോധത്തിൽ അവർ സർവകർമ്മങ്ങളെയും ത്യജിച്ചിരിക്കുന്നു. ആത്മബോധം കൊണ്ട് കർമ്മങ്ങളെ ത്യജിച്ചിരിക്കുന്നു. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശങ്കരാചാര്യർ പറയുന്ന വഴിക്ക് ഉള്ളവര് കർമാനുഷ്ഠാനവും കർമ്മത്യാഗവും ഇന്നത്തെ സമൂഹത്തിലില്ല. അതുകൊണ്ട് ഇന്നത്തെ മഹാത്മാക്കളിലും അതിൻ്റെ ഒന്നും പ്രസക്തിയില്ല. അവരുടെ ആത്മബോധത്തെ ഈ പറയുന്ന സർവകർമ്മ സന്യാസത്തിന് ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം. സർവകർമ്മ സന്യാസവും അഷ്ടാംഗയോഗത്തിലെ ചിത്തവൃത്തി നിരോധവും ഭക്തിമാർഗത്തിലെ ഭാവസമാധികളും തമ്മിലുള്ള വ്യത്യാസം, അതാണ് അടുത്ത് ചോദിക്കുന്നത്. ഈ അദ്വൈതത്തിൽ ആചാര്യസ്വാമികൾ, അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഈ ചിത്തവൃത്തി നിരോധത്തെ അല്ല നിർദ്ദേശിക്കുന്നു. ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നത് അഷ്ടാംഗയോഗത്തിന്റെ മാർഗമാണ്. അത് ഒരു ഉപായമായിട്ട് ആചാര്യസ്വാമികൾ നിർദ്ദേശിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടുണ്ട്. ഒരു ഭാഷ്യത്തിൽ തസ്യ അർത്ഥാന്തരത്വ, അത് മറ്റൊരു വഴിയാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നത്. അങ്ങ് പറഞ്ഞു വരുന്നത് ചിത്തവൃത്തി നിരോധത്തെക്കുറിച്ചാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നു, അല്ലല്ല, ഞാൻ പറയുന്നത് ചിത്തവൃത്തി നിരോധമല്ല, അത് മറ്റൊരു വഴിയാണ്. എന്ന് വെച്ചാൽ അതിനൊരു സാധന മാർഗമായി ആകാം, അതിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ താൻ പറയുന്ന അതല്ല എന്നാണ് പറയുന്നത്. അഷ്ടാംഗയോഗത്തെക്കുറിച്ച് ചർച്ച വരുന്ന ഭാഗത്തെല്ലാം പറയും. അഷ്ടാംഗയോഗത്തിൽ നിന്നും സ്വീകരിക്കാവുന്ന ഏതെല്ലാം വഴികളുണ്ടോ അതൊക്കെ സ്വീകരിക്കാം. പക്ഷെ താൻ നിർദ്ദേശിക്കുന്ന ജീവാത്മ പരമാത്മ ഏകത്വബോധം അത് ഈ ചിത്തവൃത്തി നിരോധത്തിലൂടെ സാധിക്കേണ്ട ഒന്നല്ല
എന്ന് സ്പഷ്ടമായി പറയുന്നുണ്ട്. താൻ ഉദ്ദേശിക്കുന്ന അതല്ല എന്ന് പറയുന്നുണ്ട്. ചിത്തവൃത്തി നിരോധം പാടില്ല എന്ന് പറയുന്നില്ല. ഒരു ആധ്യാത്മിക സാധന എന്നുള്ളതാണെങ്കിൽ ആരെങ്കിലും ചിത്തവൃത്തി നിരോധത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതാകാം. പക്ഷെ അത് അഷ്ടാംഗയോഗം എന്ന് പറയുന്നത് അത് തികച്ച സ്വതന്ത്രമായ ഒരു സാധനാമാർഗമാണ്, യോഗമാർഗമാണ്. അതിനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അഷ്ടാംഗയോഗം എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ചേരുന്നു. ഇവന് ആസനം മാത്രമല്ല, നമ്മൾ യോഗ എന്ന് പറഞ്ഞ് ഇന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വികലാംഗയോഗം എന്നാണ് അതിന് പേര് പറയുന്നത്. വികലാംഗയോഗം കാരണം ഏകാംഗം, ഒരംഗം മാത്രമേ അതിനുള്ളൂ, ആസനം. ബാക്കിയൊന്നുമില്ല. വേണ്ടിയൊന്നും ഒരൽപ്പം പ്രാണായാമം, യമനിയമ വിട്ടു. പിന്നെ ആസനം കഴിഞ്ഞു വരും. മുഖ്യമായി വരുന്ന സംയമം, ധാരണ, ധ്യാന സമാധികൾ, അതും പോകുന്നുണ്ട്. അപ്പൊ അതല്ല അഷ്ടാംഗയോഗം എന്ന് പറയുന്നത്. അത് ഒരു പൂർണ്ണമായ സമ്പൂർണമായ ഒരു ശാസ്ത്രമാണ്. ആചാര്യസ്വാമികൾ വരെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ആചാര്യസ്വാമികൾ പറയുന്നത് ആ യോഗത്തിന്റെ മാർഗമല്ലെങ്കിലും അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഭാഷ്യവ്യാഖ്യാതാക്കൾ പലരും ഈ യോഗമാർഗത്തെയും അദ്വൈതത്തെയും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. യോഗത്തിൽ പറയുന്ന സംയമവും മറ്റും ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. നിധിധ്യാസനവും യോഗത്തിൽ പറയുന്ന ധാരണാധ്യാന സമാധികളെയും തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. യോഗത്തിൽ പറയുന്ന സവികല്പ നിർവികല്പ സമാധികളും ഈ ജ്ഞാനവുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. ഒന്നോത്സവനും സരസ്വതിയും മറ്റും ആ രീതിയിലാണ് വ്യാഖ്യാനിച്ചു പോകുന്നത്. അപ്പൊ അതിനെ ഇതുമായിട്ട് യോജിപ്പിക്കുന്നുണ്ട്. ഭക്തിമാർഗത്തെ അതുപോലെ തന്നെ ഭക്തിമാർഗത്തിലുള്ള സാധനങ്ങൾ അതെല്ലാം അദ്വൈതത്തിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിന് അദ്വൈതത്തിന്റെ പൂരകങ്ങളായി സ്വീകരിക്കുന്നു. ആചാര്യസ്വാമികൾ പറയും ഭക്തി എന്ന് പറഞ്ഞാൽ ആത്മാനുസന്ധാനമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഭക്തി കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ശ്രവണമെന്ന നിധ്യാസനങ്ങൾ, ഈ ജ്ഞാനനിഷ്ഠയാണ് ആചാര്യസ്വാമികൾ ഉദ്ദേശിക്കുന്നതെങ്കിലും ഭാഷ്യങ്ങളിലും പറ്റും. അതല്ലാതെയുള്ള സഗുണഭക്തി അതിനെയും അംഗീകരിക്കുന്നുണ്ട്. പിൽക്കാലത്ത് ഒന്ന് ആചാര്യന്മാരും അംഗീകരിക്കുന്നുണ്ട്. അത്തരം ഭക്തിയുടെ എല്ലാ അവസ്ഥകളെയും അംഗീകരിക്കുന്നുണ്ട്. അതെല്ലാം ഒരു സാധനയെ സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ സാധാരണ ഭക്തിയുടെ ഉയർന്ന തലത്തിൽ അത് ജ്ഞാനവുമായിട്ട് വ്യത്യാസമില്ലെന്നാണ് ആചാര്യസ്വാമിയുടെ അഭിപ്രായം. രണ്ടും ഒന്ന് തന്നെ. ഈ പറയുന്ന ഭാവസമാധിയും മറ്റും അതും സമാധി ഏതായാലും സമാധി മനസ്സിന്റെ ഏകാഗ്രതയാണ്. അതിനെ ആർക്കും നിഷേധിക്കേണ്ട കാര്യമില്ല. മനസ്സ് ഏകാഗ്രമാകുമ്പോൾ മനസ്സിൽ സമാധി ഉണ്ടാകും. അത് ആരുടെ പക്ഷത്തിലും നിഷേധിക്കേണ്ട ഒരു വിഷയമല്ല. അത് ഭക്തി കൊണ്ടായാലും ചിത്തവൃത്തി നിരോധം കൊണ്ടായാലും തത്വവിചാരം കൊണ്ടായാലും അവിടെ ഫലത്തിലതൊന്നു തന്നെ വ്യത്യാസം, സാധനാമാർഗങ്ങളിലെ വ്യത്യാസമാണ്. അവിടെ വാസ്തവത്തിൽ ഈ അഷ്ടാംഗയോഗത്തിലെ ചിത്തവൃത്തി നിരോധം ഭക്തി മാർഗത്തിലെ ഭാവസമാധി, അതായത് ചിത്തവൃത്തി നിരോധം കൊണ്ട് സംഭവിക്കുന്നത് സമാധിയാണ്, ഭക്തി കൊണ്ട് സംഭവിക്കുന്നതും സമാധിയാണ്. അപ്പൊ പിന്നെ അതിൽ വ്യത്യാസമില്ല. ഫലത്തിലൊന്നു തന്നെ, മാർഗത്തിലുള്ള വ്യത്യാസമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു സാധനയുടെ തലത്തിൽ ഇതിനെല്ലാം ആചാര്യസ്വാമികൾ അംഗീകരിക്കുന്നുണ്ട്, ഒന്നിനും നിഷേധിക്കുന്നില്ല.
അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മുഖ്യമായൊരു കാര്യമാണ്. അത് സർവത്തെ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. സാധന എന്നുള്ള നിലയ്ക്ക് സർവത്തെ ഉൾക്കൊള്ളുന്നു, എല്ലാ മാർഗങ്ങളും ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടത് ഭക്തിയുമായിട്ടോ ചിത്തവൃത്തി നിരോധമായിട്ടോ അതിന് വിരോധമില്ല. പറയുന്നത് എന്താണ്? അതിന്റെ പരമമായ താല്പര്യത്തിലേക്ക് വരുമ്പോൾ അത് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരുപടിയുടെ മുമ്പോട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗത്തും അത് വരും. അത് ഇതിന്റെ എല്ലാം ഒരു പൂരകമായിട്ട് നിലകൊള്ളുന്നു, അന്തിമ നിലയായിട്ട് അത് നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ മുമ്പുള്ള ഭാഗങ്ങളെ അത് നിഷേധിക്കുന്നില്ല, നിരാകരിക്കുന്നില്ല എന്നത്. ഇപ്പൊ ചിത്തവൃത്തി നിരോധമാണ് അങ്ങേയറ്റത്തെ നില എന്നത് പറയില്ല. ഭക്തി കൊണ്ടുവരുന്ന ഭാവസമാധിയാണ് ഇതിന്റെ അങ്ങേയറ്റത്തെ നില എന്ന് അദ്വൈതി അംഗീകരിക്കത്തില്ല, അത് പറയത്തില്ല. അതൊക്കെ ആകാം, പക്ഷെ അതിനപ്പുറമാണ് എന്ന് പറയും. സമാധിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതിന് യോഗശാസ്ത്രത്തിലാണ്. അതിൽ തന്നെ എത്രയോ തരത്തിലുള്ള സമാധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ധകരണത്തിന്റെ പരിണാമഭേദമനുസരിച്ച് എത്രയോ തരത്തിൽ മനസ്സിൽ സമാധികൾ വരാം, ഭക്തി കൊണ്ടും വരാം. അത് ശ്രേഷ്ഠമാണ്. മനസ്സിന്റെ ലൗകികമായ അവസ്ഥകളെല്ലാം അപേക്ഷിച്ച് അത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് അതിനെയൊന്നും അദ്വൈതത്തിൽ നിഷേധിക്കുന്നു. അതാണ് പരമാവധി എന്ന് അദ്വൈതി അംഗീകരിക്കത്തില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അത് ഭക്തിശാസ്ത്രത്തിനും അത് തന്നെയാണ് പറയുന്നത്. അതിനും അപ്പുറമാണ് ഭക്തന്റെ യഥാർത്ഥ നിലയിൽ തന്നെയാണ് ഭക്തിശാസ്ത്രത്തിനും പറയുന്നത്. ഭക്തിക്ക് ഒരു ശാസ്ത്രമുണ്ടല്ലോ, അതിനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സർവകർമ്മ സന്യാസത്തിൽ ഭിക്ഷാടനം, ആത്മീയ പ്രഭാഷണം, നിഷ്കാമ ലോകസേവനം എന്നിവയ്ക്കുള്ള സ്ഥാനം എന്താണ്? അവിടെയും ഈ സർവകർമ്മ സന്യാസം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സർവകർമ്മ സന്യാസമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതേ പഴയകാലത്തെ സർവകർമ്മ സന്യാസമാണോ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം വരും. പഴയകാലത്തെ സർവകർമ്മ സന്യാസത്തിലാണെങ്കിൽ സർവകർമ്മ സന്യാസം സ്വീകരിച്ച ആളിന് ആത്മീയ പ്രഭാഷണം നടത്താനും ദക്ഷിണ വാങ്ങിക്കാനും ഒന്നും പറ്റത്തില്ല. അതെല്ലാം അവിടെ നിരോധിച്ചിരിക്കുക. ഭിക്ഷാടനം അതാകാം, ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കർശനമായ നിയമങ്ങൾക്ക് വിധേയമായി ഭിക്ഷാടനമാകാം. നിഷ്കാമ ലോകസേവനം അതും അനുവദിക്കത്തില്ല. എന്തുകൊണ്ട് ഇതൊന്നും അനുവദിക്കാത്തത്? നിഷ്കാമ ലോകസേവനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ചെയ്യുന്നു? ചിത്തശുദ്ധിക്ക് വേണ്ടി. അവിടെ പറയുന്നത് ചിത്തശുദ്ധി വന്നവൻ സന്യസിച്ചാൽ മതി, അല്ലാത്തവൻ സന്യസിക്കില്ല. പിന്നെ സന്യസിച്ചിട്ട് പിന്നെ ലോകസേവനത്തിന് പോകേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അവിടെ നിഷ്കാമ ലോകസേവനം അനുവദിക്കുന്നില്ല. അതിനു മുമ്പ് അതൊക്കെ ചെയ്തോളൂ. ചിത്തശുദ്ധി വന്നതിന് ശേഷം എന്നുവെച്ചാൽ അതിന്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ടല്ല പറയുന്നത്, ശ്രവണ മനനാദികളിൽ മനസ്സ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സന്യാസം. അപ്പൊ അതിനു മുമ്പ് നിഷ്കാമകർമ്മം അനുഷ്ഠാനമൊക്കെ ചെയ്ത് വേണ്ടത്ര അതിനു വേണ്ടുന്ന യോഗ്യത സമ്പാദിച്ചിരിക്കുന്നു. എന്നിട്ട് കൂടുതൽ സമയം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സന്യാസം, ഇതിൽ തന്നെ നിൽക്കുന്നതിന് വേണ്ടി. ശ്രവണ മനനങ്ങൾ അനുഷ്ഠിക്കണം, ലോകസേവനം നടക്കണമെന്ന് പറഞ്ഞാൽ രണ്ടിനും സമയം കിട്ടാതെ, രണ്ടും കൂടെ നടക്കത്തില്ല. അപ്പോൾ നമ്മളിതിനെ എന്ത് ചെയ്യുന്നു? 1 മണിക്കൂർ സത്സംഗം, ബാക്കി സമയം നമ്മൾ മറ്റു പ്രവർത്തനങ്ങളിലാണ് നമ്മുടെ മനസ്സ് വ്യാപരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സന്യാസമല്ല അന്ന് പറഞ്ഞിരുന്നത്. നമ്മുടെ ഭിക്ഷാടനത്തിനുള്ള സമയം മറ്റു പ്രവർത്തനങ്ങളൊന്നുമില്ല. അപ്പൊ സമയം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭിക്ഷ എടുക്കാൻ പറഞ്ഞു. ഭക്ഷണം പാകം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിന് കൂടുതൽ സമയം വേണ്ടി വരും. ആരെങ്കിലും ഉണ്ടാക്കി വെച്ചത് വാങ്ങിക്കഴിക്കുമ്പോൾ കുറച്ച് സമയം മതി, കുറഞ്ഞ സമയം കൊണ്ട് അത് നടക്കും. ബാക്കി സമയം മുഴുവൻ ഈ പറയുന്ന ശ്രവണ മനനങ്ങളിൽ തന്നെ കഴിയുക, ഒറ്റയ്ക്ക് താമസിക്കുക,
എല്ലാം പോയി. ഇന്നത്തെ സന്യാസ സങ്കല്പമായിട്ടൊരു ബന്ധവും ഏകാഗിയായിട്ട് താമസിക്കുക. രണ്ടുപേരുണ്ടായിരുന്നാൽ സംസാരിയായി എന്നാണ്. രണ്ടുപേര് സംസാരികളായി. സംസാരിച്ചും സംസാരിയാവും, അല്ലാതെ സംസാരിയാവും. ആശ്രമങ്ങളില്ല. ഇന്നത്തെ നമ്മുടെ ആശ്രമ സങ്കല്പങ്ങളൊന്നും പണ്ടത്തെ സന്യാസത്തിലില്ല. ബൗദ്ധന്മാർക്കുണ്ടായിരുന്നു. അവർ മഠങ്ങൾ, സന്യാസിമാര് ഒരുമിച്ച് താമസിച്ചിരുന്നു. പക്ഷെ ഇവിടെ പറയുന്ന ഈ സനാതനികളുടെ സമ്പ്രദായത്തിൽ അങ്ങനെ മഠം എന്നൊരു സങ്കല്പമേ അന്ന് ഉണ്ടായിരുന്നില്ല. ബൗദ്ധന്മാരെ പിന്തുടർന്ന് പിന്നീട് ശങ്കരാചാര്യർ മഠവും മറ്റും ഏർപ്പെടുത്തി. പക്ഷെ പ്രാചീനമായ സന്യാസത്തിൽ അങ്ങനെയൊരു സങ്കല്പമില്ല. സന്യാസി ഒറ്റയ്ക്കാണ്, കൂട്ടത്തിൽ മറ്റാരും. അതിനെ തന്നെ ശങ്കരാചാര്യർ മാറ്റം വരുത്തിയാണ് മഠങ്ങളും മറ്റും സ്ഥാപിച്ച് സന്യാസിമാരെ അത്തരം കാര്യങ്ങൾക്ക് ബന്ധപ്പെടുത്തുന്നത്. മഠാമ്മനായ അതെഴുതി. അതിനെക്കുറിച്ചും വിവാദമുണ്ട്. അഭിനവ ശങ്കരനാണത് ചെയ്തത്, ആദിശങ്കരനല്ല എന്ന് പറയുന്നവരുമുണ്ട്. ആദിശങ്കരൻ മഠങ്ങൾ സ്ഥാപിച്ചില്ല, ഭാഷ്യരചന മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം ഈ ഭാഷ്യങ്ങളിലൊന്നും ഈ മഠസ്ഥാപനത്തിനും ഇതിനൊന്നുള്ള യാതൊരു സൂചനയില്ല സർവകർമ്മ സന്യാസത്തിൽ. കാരണം മഠം സ്ഥാപിച്ചപ്പോൾ ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനാണ് ധർമാധികാരികളായി മഠ അധിപതികളെയൊക്കെ നിയമിച്ചു. അപ്പോൾ അതിന്റെ യാതൊരു സൂചന ഈ ഭാഷ്യങ്ങളിലൊന്നുമില്ല. അവിടെ സർവകർമ്മ സന്യാസം പറഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് ആദിശങ്കരന് ശേഷം പിന്നീട് അഭിനവ ശങ്കരൻ ഒരാളുണ്ടായെന്നും അദ്ദേഹം ഈ സമൂഹത്തിന്റെ ധർമ്മച്യുതി കണ്ടിട്ട് ഈ സന്യാസത്തിൽ പരിഷ്കാരങ്ങളൊക്കെ വരുത്തി ഇങ്ങനെ ഈ മഠങ്ങളൊക്കെ സ്ഥാപിച്ചു. അങ്ങനെയും ഒരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ പറയുന്നവരും വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാലും അതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല. അതുകൊണ്ട് നമ്മളെ പ്രാചീനമായ സന്യാസത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. കാലം കൊണ്ട് വന്ന മാറ്റങ്ങളിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. സർവകർമ്മ സന്യാസം, അഷ്ടാംഗയോഗത്തിലെ ചിത്തവൃത്തി, നിരോധം, ഭക്തിമാണത്തിലുള്ള ഭാവസമാധികൾ, ഇതിനെല്ലാം വ്യത്യാസം കാണാനല്ല ഇതിന്റെ ഒന്നും, ഇതിനെല്ലാം എന്തെങ്കിലും യോജിപ്പുണ്ടോ എന്ന് കാണാനാണ് നമ്മൾ എല്ലായിടത്തും ശ്രമിക്കുന്നത്. അതൊരു മുഖ്യമായ കാര്യമാണ്. ഇതിനെല്ലാം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതെല്ലാം എവിടെയെങ്കിലും യോജിക്കുന്നുണ്ടോ എന്ന് കാണാൻ ശ്രമിക്കുക. ഇതിലൊക്കെ വ്യത്യാസം കാണാൻ ശ്രമിക്കാതിരിക്കുക. സർവകർമ്മ സന്യാസത്തിൽ ഭിക്ഷാടനം, ആത്മീയ പ്രഭാഷണം ഇങ്ങനെയുള്ളത് അതിന്റെ ശുദ്ധമായ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊന്നും സ്ഥാനമില്ല. പക്ഷേ കാലം മാറിയിരിക്കുന്നു, സമൂഹം മാറി, ഭിക്ഷാടനം സർക്കാർ നിരോധിച്ചു. അപ്പൊ ഇന്ന് ആത്മീയ പ്രഭാഷണം നടത്തിയാലേ ഭിക്ഷ കിട്ടത്തുള്ളൂ. എന്നാൽ ഭിക്ഷാടനം കൊണ്ടത് പറ്റത്തില്ല. ഇന്നത്തെ സാഹചര്യത്തിലുള്ള സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ ഇതൊക്കെ ആകാം. ഭിക്ഷാടനം പാടില്ല. ബാക്കി പറയുന്ന ആത്മീയ പ്രഭാഷണവും നിഷ്കാമ ലോകസേവനവും ഒക്കെ ഇന്നത്തെ സന്യാസത്തിലാകാം. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ ഇന്ന് സന്യാസം മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അവിടെ ആശ്രമ ജീവിതം എല്ലാം വരുന്നു. അപ്പൊ ഇന്നത്തെ സന്യാസത്തിന് ഇത് ആകാവുന്നുള്ളതല്ല. ഇന്നിങ്ങനെ ഇതൊക്കെ കൂടിയേ തീരൂ. സമൂഹം ആ തരത്തിൽ സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നുപോയി. അന്നത്തെ സമൂഹം ഇന്നത്തെ സമൂഹമായിട്ട് ഒരുപാട് മാറി. ആചാര്യസ്വാമിയുടെ കാലഘട്ടത്തിൽ എത്രമാത്രം സമൂഹത്തിന് മാറ്റം വന്നിരിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, അന്ന് ആചാര്യസ്വാമികൾ കാണുന്ന സമൂഹം എന്ന് പറയുന്നത് ഈ ഒരു സനാതന സംസ്കാരമുള്ള ഒരു സമൂഹം മാത്രമാണ്. അല്ലെങ്കിൽ ഭാരതത്തിന്റെ അതിരൊന്നും വലുതായിരുന്നെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തെയാണ് കാണുന്നത്. അന്ന് മതങ്ങളില്ല. പുരോഹിതന്മാരില്ല, മതപ്രചാരകന്മാരില്ല, മതപരിവർത്തനമില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ആചാര്യസ്വാമികൾ ജീവിച്ചത്. ഇന്നതൊക്കെ മാറിപ്പോയി. അപ്പൊ ഇന്നത്തെ സന്യാസത്തിനും
ഒരുപാട് മാറ്റങ്ങൾ വരും. നിഷ്കാമ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജ്ഞാനാഭ്യാസം ആത്മാനുസന്ധാനമായി ചെയ്യുന്ന ആൾ മുമുക്ഷു എന്ന് വിളിക്കപ്പെടാൻ അർഹനല്ലേ? നിഷ്കാമ കർമ്മവും ഈ പറയുന്ന ആത്മാനുസന്ധാനം അങ്ങനെയുള്ള ഒരാള് മുമുക്ഷുവാണോ എന്നാണ്. അത്രയും ആയില്ലെങ്കിലും മുമുക്ഷുവല്ല. മുമുക്ഷുവെന്ന് ആരെ വിളിക്കുന്നതിനും വിരോധമില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ ആ സന്ദർഭത്തിൽ മുമുക്ഷു എന്ന് പറഞ്ഞ അതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിച്ചത്? അത് ഇയാളല്ല. അതാ വ്യത്യാസം. ആരുടെ മനസ്സിലാണോ ശുഭേച്ഛ ഉണ്ടാകുന്നത് അയാൾ മുമുക്ഷു തന്നെ. അത് ഏത് നിലയിലുള്ള ഒരാളെയും മുമുക്ഷു എന്ന് പറയാം. പക്ഷെ ഇതേ ശബ്ദങ്ങളിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക സാങ്കേതിക അർത്ഥത്തിൽ പ്രയോഗിക്കും. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അത് ഇത് കഴിഞ്ഞു വരുന്ന ഒരവസ്ഥയിൽ മുമുക്ഷു എന്ന് പറഞ്ഞു. അത് വേറെ കാര്യമാണ് അവിടെ പറഞ്ഞത്. അത് ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പോൾ നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുന്ന ഒരാൾ അതിന് മുമ്പാണെങ്കിൽ നിഷ്കാമകർമ്മത്തിൽ അയാൾ പ്രവേശിച്ചില്ല, അയാൾ കർമ്മിയായി തന്നെ ഇരിക്കുന്നു. പക്ഷെ അയാളുടെ ഉള്ളിൽ ശുഭേച്ഛ ഉണ്ടായി. ഈ കർമ്മത്തിൽ നിന്നും മോചിക്കുന്നതിനെ കുറിച്ച് അയാൾ ചിന്തിച്ചു. അപ്പോൾ തന്നെ അയാൾ മുമുക്ഷുവായി. മോക്ഷത്തിന് ആഗ്രഹിക്കുന്ന ആർക്കും മുമുക്ഷുവാണ്. പക്ഷെ ആ മുമുക്ഷുവിനും ഉണ്ട് ആ മുമുക്ഷുവിന്റെ പൂർണ്ണത, മുമുക്ഷുത്വത്തിന്റെ പൂർണ്ണത, ആ സാധനചേഷ്ട സമ്പത്തി. അങ്ങനെ എത്തിച്ചേർന്ന ഒരാള് അയാളുടെ കർമ്മസന്യാസത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് ആരും മുമുക്ഷുവാണ്. ആർക്കാണോ ഇതിൽ താല്പര്യമുള്ളത് അവരാരും മുമുക്ഷു തന്നെയാണ്. അതുകൊണ്ട് സന്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന സന്യാസവും നമ്മുടെ ചുറ്റുപാട് സന്യാസവും തമ്മിലുള്ള വ്യത്യാസം, സമൂഹത്തിന്റെ വ്യത്യാസം, കാലം കൊണ്ടുവന്ന വ്യത്യാസം, ഇതെല്ലാം മനസ്സിലെടുത്ത് വേണം നമ്മൾ ചിന്തിക്കാൻ. മുമ്പ് പറഞ്ഞിരുന്ന സന്യാസം ഇനിയുള്ള സമൂഹത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ല. അത് നഷ്ടപ്പെട്ടു പോയതാണ്. അടുത്ത ജ്ഞാനനിഷ്ഠ ദൃഢമാകുമ്പോൾ അവിടെ ബാഹ്യമായ കർമ്മസന്യാസം സംഭവിക്കുമെന്ന് പറയാൻ കഴിയുമോ? കർമ്മങ്ങളുടെ പ്രവൃത്തികൾ ആത്മാവിന്റെ അകർത്തൃത്വത്തെ ബാധിക്കുന്നില്ലല്ലോ. അപ്പോൾ കർമ്മത്തിൽ അകർമ്മം ദർശിക്കാം. കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയുള്ള ജ്ഞാനാഭ്യാസം അല്ലേ കൂടുതൽ നല്ലത്. ഇപ്പോഴും മനസ്സ്, എല്ലാവരുടെയും മനസ്സ് കർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ ലൗകിക കർമ്മങ്ങളിലാണ് നിൽക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം അതിൽ നിന്നും കൊണ്ടാണ്. ഞാൻ രണ്ട് കൈയും തലയിൽ കൈവച്ചുകൊണ്ട് ഇത്രയും കണ്ടക്ഷോഭം ചെയ്തിട്ടും യാതൊരു പ്രയോജനമില്ലാന്നത്. അതുകൊണ്ട് ഇവിടെ ഈ കർമ്മം എന്ന് പറയുന്നത് എന്താ കർമ്മം എന്ന് പറയും? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തെ അല്ല കർമ്മം. അതിന് ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുന്നേറ്റ് എന്ന് പറയാം. രാഷ്ട്രീയക്കാരൊക്കെ നിന്ന് പ്രസംഗിക്കുന്നവർ, കാരണം ഇരുന്ന് പറഞ്ഞിട്ട് ഏക്കുന്നില്ല, ഉറക്കിട്ട്. നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നവരുടെ എല്ലാം മനസ്സിലിരിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തെയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന മുഴുവൻ വൈദിക കർമ്മത്തെക്കുറിച്ച്. അപ്പോൾ ഇത് രണ്ടാണെന്ന് മനസ്സിലാക്കും. കർമ്മത്യാഗത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെ കർമ്മം ഉപേക്ഷിക്കുന്നതല്ല. ഇതിന് ത്യാഗം പ്രസക്തമേ ആകുന്നില്ല. വിഹിതാനാം കർമ്മണാം വിധിന പരിത്യാഗം. ഇത് എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചാണെങ്കിൽ അത് ചോദിക്കുക. അപ്പോൾ അതിന് സർവ്വകർമ്മം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോരുത്തർക്കും അവരുടെ വാസന കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് വന്നു ചേരുന്ന കർമ്മങ്ങളെ നമ്മൾ ചെയ്യുന്നുള്ളൂ. വിഹിതമായ കർമ്മമൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ശ്രുതിയോ സ്മൃതിയോ നോക്കിയിട്ടല്ല നമ്മൾ കർമ്മം ചെയ്യും. സ്വപ്നത്തിൽ പോലും കണ്ടില്ലാത്തതാണ് അതല്ല. പിന്നെ അത്തരം കർമ്മങ്ങളല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളോടുകൂടി സാധാരണ കർമ്മങ്ങൾ അല്ലെങ്കിൽ ലൗകിക കർമ്മങ്ങളെന്ന് പറയും. അത്തരം കർമ്മങ്ങളോടുകൂടി നമ്മൾ ഈ പറയുന്ന എന്താണ് അകർത്തൃത്വവും മറ്റും ഭാവന ചെയ്യുന്നു, ആത്മചിന്തന ചെയ്യുന്നു. ആ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ എല്ലാ സാധനാനുഷ്ഠാനങ്ങളും വരും, ലോകസേവനമെല്ലാം. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്.
അത് കർമ്മയോഗം. ഇത്തരം കർമ്മങ്ങൾ സാധാരണഗതിയിൽ ഒരാൾക്ക് ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. അത് അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. പ്രാരബ്ധം അനുസരിച്ച് നിൽക്കുന്ന കർമ്മങ്ങളാണ്, ശരീര സംബന്ധിയായ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അത് ഉപേക്ഷിക്കുക പ്രയാസമാണ്. അത്തരം കർമ്മങ്ങളെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് ജ്ഞാനനിഷ്ഠ ദൃഢമാകുമ്പോൾ നമ്മളിപ്പോൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരം അവിടെ ബാഹ്യമായ കർമ്മസന്യാസം, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ സന്യാസത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത്തരം കർമ്മങ്ങൾ അത് വരുന്ന ഇത്തരം ഒരു ചോദ്യം വരുന്നത് ഇതാണ്. അതായത് സാധാരണ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഒരാൾ കൂടുതൽ സമയം, ഒരാൾക്ക് ചിലപ്പം ആഗ്രഹം തോന്നും കൂടുതൽ സമയം ഇരുന്ന് ധ്യാനിക്കണം, കൂടുതൽ സമയം ഇരുന്ന് ജപിക്കണം എന്നാഗ്രഹം വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ആശ്രമത്തിൽ വരുന്നത്. കൂടുതൽ സമയം, ചിലർ, എല്ലാവരും അതിനുവേണ്ടിയെന്ന് ഞാൻ പറയുന്നില്ല, ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ച് പറയുകയാണ്, ക്ഷമിക്കണം. അപ്പോൾ കൂടുതൽ സമയം ജപിക്കണം, ഇങ്ങനെ ധ്യാനിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തോടുകൂടി ആശ്രമത്തിൽ വരും. ആശ്രമത്തിൽ വരുമ്പോൾ ഗുരു പറയും പോയി പശുവിനെ നോക്കാൻ പറയും, തൊഴുത്തിൽ പോയി. അപ്പോൾ ഇവിടെയാണ് ആശയക്കുഴപ്പം വരുന്നത്. അപ്പോഴാണ് കർമ്മസന്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഈ ചോദ്യത്തിന്റെ പിന്നിലുള്ള താല്പര്യം. ഇതാണ്, ഞാൻ തൊഴുത്തിലെ പണി നോക്കണമോ അതോ ധ്യാനിക്കണമോ? ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ അങ്ങനെ ഒരു കാര്യം, ഒരു സംശയം വന്ന സ്ഥിതിക്ക് അത് ഗുരുവിനോട് തന്നെ ചോദിച്ച് പരിഹരിക്കുക. അതാണ് ഇതിനുള്ള ഏറ്റവും നല്ല വഴി. ഗുരുവിനോട് പോയി ചോദിക്കുക, ഞാൻ ഇരുന്ന് ധ്യാനിച്ചോട്ടോ അതോ തൊഴുത്തിൽ നിൽക്കട്ടോ, പിന്നെ എന്ത് പറയുന്നോ അതനുസരിച്ച് ചെയ്യുകൊള്ളുക. അല്ല ഇപ്പം നമ്മൾ ചർച്ച ചെയ്തതിനൊരു പരിഹാരമാകത്തില്ല, ഒരു തീരുമാനമാകത്തില്ല. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും നല്ല വഴി. ഇവിടെ വന്നപ്പോൾ ആരാ പറഞ്ഞത് പോയി തൊഴുത്തിൽ പോയി നിൽക്കാൻ പറഞ്ഞാൽ ആളിനോട് തന്നെ എന്ന് ചോദിക്കുക. എനിക്ക് തോന്നുന്നത് ഞാൻ ധ്യാനിക്കാനും ജപിക്കാനും പറ്റിയ ആളാണ്, ഈ പണിക്ക് പറ്റിയ ആളെന്നാണ് എനിക്ക് തോന്നുന്നു. അമ്മയുടെ അഭിപ്രായം എന്താണ് ചോദിച്ചോ, എന്നിട്ട് അതനുസരിച്ച് ചെയ്യുക. അതാണ് ഏറ്റവും പറ്റിയ വഴി. അല്ലാതെ എന്തായാലും സ്വയം തീരുമാനിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ആശയക്കുഴപ്പം. അല്ലാതെ സ്വയം തീരുമാനിച്ചാലും ശരിയാകത്തില്ല. സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല അത്. അതുകൊണ്ട് പിന്നെ ഒരു തത്വം എന്നുള്ള നിലയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് കർമ്മം ചെയ്യുന്നു പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരും കർമ്മത്തിൽ നിന്ന് മോചനമാണ് ആഗ്രഹിക്കുന്നത്. കർമ്മത്തിൽ നിന്നും മോചനം, സ്വന്തം പ്രാരബ്ധത്തെ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ഒരു ജീവന് സാധ്യമായ കാര്യമല്ല. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് അനുഷ്ഠിച്ച് തന്നെ തീരണം. കർമ്മം ചെയ്തേ തീരും. പ്രകൃതി പ്രേരിപ്പിക്കുന്നതാണ് അത്. ഗീതയിൽ എത്രയോ സ്ഥലത്ത് അത് പറയുന്നുണ്ട്. അഹങ്കാരത്തെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞു. അർജുനന്റെ തീരുമാനം അങ്ങനെയായിരുന്നു. മിഥ്യേഷ വ്യവസായസ്തി, ഇത് വെറും പാഴ്വേലയാണ് നിന്റെ ഈ സന്യാസം. പ്രകൃതി തന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ പിന്നെ കർമ്മത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറാൻ പറ്റും? അതുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ യോഗ്യതയല്ല. എന്താണ് കൂടുതൽ സമയം ധ്യാനിക്കണം, ജപിക്കണം, മറ്റു ജോലിയൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹം മാത്രമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നതുകൊണ്ട് അയാൾ അതിന് യോഗ്യനായി തീരണമെന്നില്ല. അപ്പോൾ അയാൾക്കൊരു മുറി കൊടുത്തിട്ട് ശരി എന്നാ നീ ഇതിനകത്തിരുന്ന് ജപിച്ചോ ധ്യാനിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കിടന്ന് ഉറങ്ങും. വീണ്ടും
അത് തുടർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വട്ടുപിടിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നീ പോയി ആ പ്രവൃത്തി ചെയ്യുക. ഗുരു എന്ത് ചെയ്യുന്നു? ശിഷ്യന്റെ പാകത യോഗ്യത മനസ്സിലാക്കുന്നു. ഗുരുവിന്റെ അന്തർദൃഷ്ടി കൊണ്ട് അത് മനസ്സിലാക്കുന്നു. ശിഷ്യൻ ബാഹ്യദൃഷ്ടിയാണ്. അവന്റെ ഉള്ളിലൊരു ജിജ്ഞാസ വന്നു, ഒരു താല്പര്യം വന്നു. അപ്പോൾ അവൻ വിചാരിക്കുന്നു ഇന്നതാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഗുരുവിന്റെ അടുത്ത് പോകുന്നു? സ്വയം തീരുമാനിച്ച് വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി. ഗുരുവിനെ സമീപിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഗുരുവിനെ സമീപിക്കുമ്പോൾ പിന്നെ എന്താണ്? ഗുരു പറയുന്നതനുസരിച്ച് ചെയ്യുക. അതാണ് ഏറ്റവും ബുദ്ധിപൂർവമായ കാര്യം. അത്തരം കാര്യങ്ങളിൽ സ്വയം തീരുമാനമെടുത്തായിരിക്കും. നമ്മുടെ പാകതയും പക്വതയും സ്വയം മനസ്സിലാക്കുന്നതിന് ശേഷിയില്ല എന്ന് സ്വയം അംഗീകരിക്കുക. ഇവിടെ അർജുനൻ പറഞ്ഞില്ലേ സാധ്യമാ. അർജുനനും ഇതുപോലെ കർമ്മത്യാഗമാണ് ആഗ്രഹിച്ചത്. ഭഗവാനോട് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? നീ കർമ്മം ചെയ്യൂ എന്ന് തന്നെ പറഞ്ഞു. യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ആചാര്യസ്വാമികൾ പറഞ്ഞു ശോകമോഹങ്ങൾ ആ കർമ്മങ്ങളെ ചെയ്യുന്നതിനെ തടഞ്ഞിരുന്നു. അപ്പോൾ ഭഗവാൻ ആ ശോകമോഹങ്ങളെ നീക്കി കർമ്മത്തിലേക്ക്, എന്നുവെച്ചാൽ ശരിക്കും കർമ്മപ്രേരണയാണ്. ഭഗവാന്റെ ശക്തമായ കർമ്മപ്രേരണയാണ് ഒരു തരത്തിലുള്ളത് ചിന്തിക്കുമ്പോൾ. അതുപോലെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. അതാണെങ്കിലും നമുക്കതിനുള്ള യോഗ്യതയില്ല. യോഗ്യതയില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മളെ ഗുരു പ്രേരിപ്പിക്കുന്നു, അത് ചെയ്യാൻ പറയുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അതല്ല. ഗുരുവിൽ വിശ്വാസമില്ല, ഇത് പറഞ്ഞു തന്നയാളിന് വിശ്വാസമില്ല. നമ്മളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശ്വാസമുണ്ട്. എന്താണ്? നമ്മൾ ഇതിനൊന്നും വേണ്ടി ജനിച്ചയാളല്ല എന്ന് നമ്മളെക്കുറിച്ച് നമ്മൾ സ്വയം ധരിക്കുന്നു. എന്നിട്ട് ഗുരു പറയുന്നതിന് പറഞ്ഞാൽ വിചാരിക്കുമോ ഇതെന്തോ ഗുരുവിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പറഞ്ഞാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞല്ല എന്ന് വിചാരിക്കും. അപ്പോൾ ആ നിർദ്ദേശിക്കുന്ന മാർഗത്തിൽ നമ്മൾ ശരിക്കാതെ നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള മാർഗത്തിൽ സഞ്ചരിക്കാൻ ശ്രമിക്കും. അത് വിജയിക്കത്തില്ല. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് അവിടെ ആത്യന്തികമായി അർജുനൻ സ്വീകരിച്ച മാർഗം തന്നെ അവസാനം സ്വയം അങ്ങനെയുള്ള മനസ്സിലുള്ള വികല്പങ്ങളെല്ലാം വന്നാലും അവസാനം ഗുരു നിർദ്ദേശിക്കുന്ന മാർഗം അത് തന്നെ സ്വീകരിക്കുക. അതാണ്. പിന്നെ അതിന്റെ താത്വികമായ വശത്തിൽ കർമ്മം ഒരാൾക്ക് ഉപേക്ഷിക്കാൻ സാധ്യമേ അല്ല. അങ്ങനെയുള്ള കർമ്മങ്ങൾ, വിധിച്ച കർമ്മങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാം. എന്തുകൊണ്ട്? അത് നമ്മൾ ബാഹ്യമായി സ്വീകരിക്കുന്നതാണ്. വേദം അധ്യയനം ചെയ്തു, അതിൽ പറഞ്ഞു സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളതിനെ സ്വീകരിക്കുന്നു ബാഹ്യമായിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ കർത്തൃത്വത്തെക്കുറിച്ച് സങ്കല്പിക്കുന്നു, ഫലത്തെക്കുറിച്ച് സങ്കല്പിക്കുന്നു. ഇതൊക്കെ അവൻ നമ്മുടെ ബുദ്ധി കൊണ്ട് കൃത്രിമമായി സ്വീകരിക്കുന്നതാണ്. അത് നമുക്ക് ഒഴിവാക്കാം. വിഹിത കർമ്മങ്ങളെ പരിത്യജിക്കാം അവിടെ. പക്ഷേ നമ്മുടെ ഉള്ളിൽ ശക്തമായ കർമ്മപ്രേരണ സംസ്കാര രൂപത്തിലിരിക്കുമ്പോൾ എന്തെങ്കിലും കർമ്മം നമുക്ക് അനുഷ്ഠിച്ചേ പറ്റും. അത് അന്നത്തെ കാലത്ത് അവർ വിഹിത കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. ഇന്ന് അത്തരം കർമ്മങ്ങൾ നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഗുരുക്കന്മാർ പറയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു നന്മയെ കാക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹത്തിന് നന്മ വരുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പറയുന്നു. എന്തുകൊണ്ട്? ഒരുവൻ അവന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവിടെ സ്വാർത്ഥത വരും. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ സ്വാർത്ഥതയെ പരിത്യജിക്കാൻ പറ്റും. അപ്പം നിസ്വാർത്ഥമായ പ്രവർത്തനം അത് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അത് ഏറ്റവും മഹത്തായ ഒരു ഉപദേശമാണ്. ഒരു ജീവന് നൽകാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉപദേശം. അർജുനനോട് പറഞ്ഞ എന്താണ്? ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി സ്വധർമ്മത്തെ ചെയ്യാൻ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സ്വധർമ്മം, അതാണ് നമ്മുടെ സമൂഹ സേവ, അതാണ് സ്വധർമ്മം. അത് ചെയ്യാൻ പറയുന്നു. അപ്പം അതിനുള്ള പക്വത, അതിനുള്ള പാകതയെ നമുക്ക് വന്നിട്ടുള്ളൂ എന്ന് കരുതുക. കർണങ്ങളുടെ പ്രവൃത്തികൾ ആത്മാവിന്റെ അകർത്തൃത്വത്തെ ബാധിക്കുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ചോദ്യത്തെ ചിന്തിച്ചാൽ എന്താണ്? ഒരു കർമ്മയോഗിയിൽ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അയാളിന് സഹജമായ കർമ്മപ്രേരണയുണ്ട്. ആ കർമ്മപ്രേരണയോടൊപ്പം അയാൾ ശരീരബോധമുണ്ട്. അയാൾ ഞാൻ പ്രവർത്തിക്കുന്നവനാണെന്ന് ബോധപൂർവം ചിന്തിക്കുന്നില്ലെങ്കിലും അതിൽ അത്തരം കാര്യങ്ങളിൽ അയാൾ രൂഢമാണ്. കർത്തൃത്വ ബുദ്ധിയും മറ്റും അയാൾ രൂഢമാണ്.
രാഗദ്വേഷങ്ങളെല്ലാം മനസ്സിലുണ്ട്, ചിത്തശുദ്ധി വന്നിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അയാൾ കർമ്മയോഗത്തിലേക്ക് പ്രവർത്തിക്കുന്നത്. തന്നിൽ കർത്തൃത്വം രൂഢമായിരിക്കുന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? മനസ്സുകൊണ്ട് മനനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാവന ചെയ്യുന്നു. ഈ പ്രവൃത്തികളെല്ലാം ശരീരേന്ദ്രിയ മനസ്സുകളുടെ സംഘാതത്തിലാണ്, ആത്മാവിലല്ല, താൻ പരമാർത്ഥത്തിൽ അതാണ് എന്നിങ്ങനെ ഭാവന ചെയ്ത്, അല്ലെങ്കിൽ അയാൾ മറ്റൊരു തരത്തിലാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു? ഈശ്വര ഭാവന. ഇപ്പൊ ആത്മാഭാവന തന്നെ വേണമെന്നില്ല കർമ്മയോഗിക്ക്. ഈശ്വരഭാവനയോടുകൂടി ചെയ്യുന്നു. അത് ഈശ്വരഭാവനയോടുകൂടി അയാൾ കർമ്മം ചെയ്യുന്നു. ഈശ്വര സേവനമായിട്ട് അയാൾ കർമ്മം ചെയ്യുന്നു. സഗുണ ഈശ്വര ഭാവനയിൽ അയാൾ കർമ്മം ചെയ്യുന്നു. അങ്ങനെ ആവാം. നിർഗുണഭാവത്തെ ധ്യാനിച്ചുകൊണ്ട് തന്നെ വേണമെന്നില്ല. അതെല്ലാം കർമ്മയോഗമാണ്. യോഗശാസ്ത്രത്തിൽ പോലും ഇത്തരം കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പറയുന്നുണ്ട്. സർവകർമ്മ സമർപ്പണത്തെക്കുറിച്ച് പതഞ്ജലി പോലും പറയുന്നുണ്ട്. ഭക്തിമാർഗത്തിലും പറയുന്നുണ്ട്. ഇവിടെ കർമ്മയോഗിയും അത് തന്നെ പറയുന്നു. അപ്പം അത് വാസ്തവത്തിലുള്ള നമ്മുടെ അനുഭവം എന്തോ അതിന് നിരക്കാത്ത ഒരു ഭാവന അവിടെ ചെയ്യുകയാണ്. നമ്മുടെ അനുഭവത്തിൽ താൻ ആത്മാവാണെന്ന് അല്ല, മറിച്ച് കർമ്മയോഗി ഇവിടെ ഭാവന ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഭാവനയും മനനവും അത് ദൃഢപ്പെടുമ്പോൾ അയാളുടെ ചിത്തം ശുദ്ധമാകുമ്പോൾ അയാളിൽ ജ്ഞാനം സഹജമായി തീരുന്നു. ജ്ഞാനോത്പത്തി എന്ന് പറയുന്നു. അപ്പോൾ ഈ കർണങ്ങളുടെ പ്രവൃത്തികൾ അയാൾ അപ്പം മനസ്സിലാക്കുന്നു എന്താണ്? ഇതൊന്നും ആത്മാവിന്റെ അകർത്തൃത്വത്തെ ബാധിക്കുന്നില്ല. അത് പരിശീലന വേളയിലല്ല, അതിന്റെ സിദ്ധി. ഇവിടെ നമ്മൾ പരിശീലിക്കുകയാണ്. പരിശീലിക്കുമ്പോൾ അങ്ങനെയൊന്നും അറിയാൻ പറ്റുന്നില്ല. ആ പരിശീലനം ദൃഢമായി വരുമ്പോൾ, ആ പരിശീലനം അതിന്റെ ആരൂഢാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ഈ പറയുന്ന അനുഭവം എന്താണ്? കർണങ്ങളുടെ പ്രവൃത്തികൾ ആത്മാവിന്റെ അകർത്തൃത്വത്തെ ബാധിക്കുന്നില്ല. ബാഹ്യമായി ഇന്ദ്രിയാണ് ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ. ഇവിടെ തന്നെ പറയും പല ഭാഗങ്ങൾ. ഗുണാഗുണേഷു വർത്തന്തേ. ഇത് പരിശീലനത്തെക്കുറിച്ചും പറയും, സിദ്ധിയെക്കുറിച്ചും പറയും. പരിശീലനത്തിൽ അങ്ങനെ ഒരു അനുഭവമില്ല, സിദ്ധിയിൽ അങ്ങനെ ഒരു അനുഭവമുണ്ട്. അങ്ങനെ ഒരു അനുഭവം വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ, അവിടെ കർമ്മം അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ കർമ്മത്തിന്റെ ത്യാഗമോ രണ്ടുമില്ല. രണ്ടും കൂടെ സംഭവിക്കുന്നില്ല. അതിന് നടക്കുന്ന പ്രവൃത്തികളെ പ്രവൃത്തിയായി കാണാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർമ്മത്തിൽ അകർമ്മം ദർശിക്കാൻ, കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയുള്ള ജ്ഞാനാഭ്യാസം, അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കർമ്മയോഗം. കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ആത്മഭാവന ചെയ്യുക, അല്ലെങ്കിൽ ഈശ്വര ഭക്തി മനസ്സിൽ നടത്തിയെടുക്കുക, അതെല്ലാം കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുക. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ആ അഭ്യാസത്തിനെ ജ്ഞാനനിഷ്ഠയാണെന്ന് തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി. ഇത് തന്നെയാണ് ഇവിടെ കർമ്മയോഗം എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്നു, അവിടെ ജ്ഞാനാഭ്യാസവും മറ്റ് സാധനങ്ങളും എല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇന്നത്തെ സന്യാസവും കർമ്മയോഗവും എന്നൊക്കെ പറയുന്നതാണ്. ഇന്നത്തെ സന്യാസത്തിന് ഇത്രയും അർത്ഥമുള്ളൂ. അയ്യപ്പ സ്വാമികൾ അന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ അർത്ഥവ്യാപ്തി ഇന്നത്തെ സന്യാസത്തിനുണ്ട്. ഇന്നത്തെ സന്യാസത്തിന് വെച്ചാൽ ഒരുത്തൻ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഇന്ന് നമുക്കെന്താണ് ശിഖയും യജ്ഞവും ഇതൊന്നും പൊട്ടിച്ചു കളയേണ്ട ആവശ്യം വരുന്നില്ല സന്യാസം. കാരണം അതൊന്നും നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാതെ തന്നെയാണ് സന്യാസിയാകുന്നത്. അപ്പോൾ ബാഹ്യമായ അത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. പണ്ട് സന്യാസി കയ്യിൽ ദണ്ട് പിടിച്ചിരിക്കും. അത് ഇന്നതൊന്നും ആവശ്യം വരുന്നില്ല. അന്നതൊക്കെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ സന്യാസത്തിൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ സന്യാസി കർമ്മയോഗിയാണ്. ഇന്നത്തെ സന്യാസി അയാൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു. എന്തുകൊണ്ടത് ചെയ്യുന്നു? ആ കർമ്മ പ്രാരബ്ധം അയാളിരിക്കുന്നു, ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് ചെയ്യുന്നു. അതെന്തിനു വേണ്ടി ചെയ്യുന്നു?
അത് ഈശ്വരപ്രീതിക്ക് വേണ്ടി ചെയ്യുന്നു, ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്നു, ആത്മമോക്ഷത്തിന് വേണ്ടി ചെയ്യുന്നു, ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു, അങ്ങനെ പ്രവർത്തിക്കുന്നു. പിന്നെ ബാഹ്യമായ വേഷം ധരിക്കുന്നതോ, വെള്ള ധരിക്കുന്നു, പിന്നെ മഞ്ഞ ധരിക്കുന്നു, പിന്നെ ചുവപ്പ് ധരിക്കുന്നു. അത് പക്ഷെ ഗുരു നിശ്ചയിക്കുന്നതാകാം. എങ്ങനെ ഇവന്റെ യോഗ്യത ഇത്രത്തോളം ആയിട്ടുണ്ട് എന്ന് ആ യോഗ്യതയ്ക്ക് ഗുരു കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഡിഗ്രി, PG, അങ്ങനെ ഒരു അംഗീകാരം നൽകുന്നത് ആയിട്ട് നമുക്കതിനെ കണക്കാക്കാം. അതിൽ കഴിഞ്ഞ് പണ്ട് പറഞ്ഞിരിക്കുന്ന സന്യാസവും ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന സന്യാസമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശങ്കരാചാര്യർ പറയുന്നത് ആ സന്യാസത്തെയാണ്. അതുകൊണ്ട് കർമ്മത്തിൽ അകർമ്മം ദർശിച്ചുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കുക, അത് തന്നെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. കർമ്മയോഗിയിൽ അത് ഒരു അഭ്യാസ രൂപത്തിലിരിക്കുന്നു. അവനിൽ ഈ പറയുന്ന ആത്മബോധം ഉറയ്ക്കുമ്പോൾ അതയാൾ സഹജമായിരിക്കുന്നു എന്നുള്ള വ്യത്യാസമാണ്. അത്തരം കർമ്മങ്ങൾ ത്യജിക്കണമോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കർമ്മയോഗിക്ക് ഒരിക്കലും കർമ്മം ത്യജിക്കണോ എന്നൊരു ചോദ്യം ചോദിക്കാൻ ഒക്കത്തില്ല. എന്നാൽ പിന്നെ അയാൾ എങ്ങനെ കർമ്മയോഗിയാകും? ഒരു ജ്ഞാനിയായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ത്യജിക്കണമോ ത്യജിക്കണ്ടേന്ന് വേറെ ആളുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അത് പിന്നെ ഇത്തരം ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. പിന്നെ വിഹിത കർമ്മങ്ങളുണ്ടെങ്കിൽ അത് ത്യജിക്കണമെന്ന് പറയും, അത് വേറെ കാര്യം. അത് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, അത് ഉപേക്ഷിച്ചോളാം. അത് നമുക്കില്ലാത്തതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ട ആവശ്യവും വന്നിട്ടില്ല. ഞാൻ അകർത്താവാണെന്ന നിശ്ചയാത്മിക ബുദ്ധിയോട് കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നാൽ ജ്ഞാനം ദൃഢമാകാനും അചരേണയുള്ള ജീവൻ മുക്തി പ്രാപ്തി ഉപായമാകില്ല. അതാണ് ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർമ്മയോഗി അങ്ങനെ ഭാവന ചെയ്തുകൊണ്ട് സാധാരണ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ചോദിക്കും, വൈദിക കർമ്മങ്ങൾ അങ്ങനെ പറ്റത്തില്ല. കാരണം വൈദിക കർമ്മം ചെയ്യുമ്പോൾ ഞാൻ കർത്താവാണെന്ന് ഭാവന ചെയ്യണം. അവിടെ ഞാൻ ഭോക്താവാണെന്നും ഭാവന ചെയ്താലേ ആ കർമ്മം അനുഷ്ഠിക്കാൻ പറ്റും. അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അതിനെ ഉപേക്ഷിക്കാൻ. നമ്മൾ സാധാരണ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കവിടെ നമ്മുടെ ഉള്ളിൽ എന്താണ് കർത്തൃത്വബോധം ഉണ്ടെങ്കിലും ഞാൻ കർത്താവാണെന്നുള്ള ഒരു ഭാവന അവിടെ ആവശ്യമായി വരുന്നില്ല. അങ്ങനെ ഒരു നിശ്ചയം. അതുകൊണ്ട് തന്നെ അത് നമ്മളിൽ സഹജമായിരിക്കുന്നു. കർത്തൃത്വവും ഭോക്തൃത്വവും രാഗദ്വേഷങ്ങളും എല്ലാം നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം വിപരീത ഭാവനകൾ കൊണ്ട് നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പ്രവൃത്തി ചെയ്യാൻ നിർബന്ധിതനായിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് നമ്മളിന്ന് സ്വീകരിച്ചിരിക്കുന്ന മാർഗം. ജ്ഞാനം ദൃഢമാകുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഈ കർമ്മം എന്നുള്ളത് കൊണ്ട് ആ കർമ്മത്തെ നമ്മൾ, ആ ശബ്ദത്തിന്റെ അർത്ഥത്തെ നമ്മൾ തെറ്റായി ഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ആശയക്കുഴപ്പങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആള് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ആ ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. എന്ന ശ്ലോകത്തിൽ ഗന്ധവ്യം എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നതിനാൽ ഇത്തരം ജ്ഞാനസഹിത കർമ്മം മുക്തിക്കുള്ള ഉപായമായി ഗീതാകാരൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പറഞ്ഞുകൂടെ? വീണ്ടും ശങ്കരൻ തെങ്ങേ തന്നെ ഇത്തരം ജ്ഞാനം സഹിത കർമ്മം, ഈ കർമ്മയോഗം എന്ന് പറയുന്നത് ജ്ഞാനസഹിത കർമ്മമല്ല. കർമ്മയോഗം വേറെ, ജ്ഞാനസഹിത കർമ്മം വേറെ, രണ്ടും രണ്ടാണ്. ജ്ഞാനസഹിത കർമ്മത്തിൽ എന്താണ് പറയുന്നത്? അവിടെ വിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അവിടെ വിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് അവന് കർത്തൃത്വ ബോധം വേണം. ജ്ഞാനത്തിനെന്താണ്? താൻ അകർത്താവാണെന്ന് ഭാവന എന്ന് പറഞ്ഞാൽ മന്നം ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പറ്റത്തില്ല. അതാണ് ജ്ഞാനസഹിത കർമ്മം അല്ലെങ്കിൽ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന കർമ്മയോഗത്തിൽ അങ്ങനെ ഒരു സമുച്ചയം പ്രസക്തമേ അല്ല. അപ്പൊ കർമ്മയോഗത്തിൽ സമുച്ചയം വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയാ കർമ്മയോഗം അനുഷ്ഠിക്കാൻ പറ്റുക? വൈദിക കർമ്മ അനുഷ്ഠാനത്തിലാണ് എവിടെയാണോ താൻ കർത്താവാണ് എന്ന് കൽപ്പിക്കേണ്ടി വരുന്നത്, അവിടെയാണ് ജ്ഞാനകർമ്മ സമുച്ചയത്തിന്റെ പ്രസക്തി വരുന്നത്.
പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പലതവണ പറയാൻ തയ്യാറാണ്. കാര്യം വ്യക്തമായി ധരിക്കുക. അതായത് ഈ പറയുന്ന ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്ന് നമ്മൾ ഭാവന ചെയ്തുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ അവിടെ ജ്ഞാനകർമ്മ സമുച്ചയം വരുന്നില്ല. ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ അത് സ്വയം പഠിച്ചതാണോ? രണ്ടായാലും ഇത് തിരുത്തണം. അവിടെ ജ്ഞാനകർമ്മ സമുച്ചയമില്ല. ജ്ഞാനകർമ്മ സമുച്ചയം വരുന്നത് ശ്രൗത സ്മാർത്ഥ കർമ്മങ്ങളും ഇവിടെ പറയുന്ന ഏകത്വജ്ഞാനവും ഒരുമിച്ച് ചെയ്യാൻ ഒരാൾ ശ്രമിക്കുമ്പോഴാണ് ജ്ഞാനകർമ്മ സമുച്ചയം വരുന്നത്. അതുകൊണ്ട് മുക്തിക്കുള്ള ഉപായമായി ഗീതാകാരന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൂടെ എന്നാണ്. ആ ചോദ്യങ്ങളെല്ലാം അവിടെ ക്ലിയർ വ്യക്തമായി ഞാൻ ധരിക്കുന്നു. ഇല്ലെങ്കിൽ വീണ്ടും നാളെയും ഇതേ ചോദ്യം തന്നെ എഴുതി ചോദിക്കുക. ഞാൻ നാളെ വീണ്ടും പറയാം. എന്റെ ജോലി അതാണ്. പറയുന്നതിന് വിരോധമില്ല. കാരണം ഇത് പലതവണ പറയേണ്ടി വരും. അല്ല, അത് കുറ്റം പറയുകയല്ല. ഇതൊക്കെ പഠിപ്പിക്കുന്നവർ തന്നെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ പഠിക്കുന്നവർക്ക് ഇങ്ങനെ സംശയം വരിക സ്വാഭാവികമാണ്. കർമ്മസഹിതമായ ജ്ഞാനനിഷ്ഠയെ ഗീതാകാരൻ കൂടുതൽ ഊന്നൽ നൽകുമ്പോൾ കർമ്മസന്യാസപൂർവമായ ജ്ഞാനനിഷ്ഠയാണ് ആചാര്യസ്വാമി. ഇതൊക്കെ ഈ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ചോദ്യങ്ങളെല്ലാം. കർമ്മസഹിതമായ ജ്ഞാനനിഷ്ഠ ഗീതാകാരൻ ഊന്നൽ നൽകുന്നില്ല. ഗീതാകാരൻ അർജുനോട് എന്താണ് പറഞ്ഞത്? നിനക്ക് സന്യാസത്തിനല്ല യോഗ്യത, മറിച്ച് കർമ്മത്തിനെന്നാണ്. അതല്ലേ പറഞ്ഞത്. അർജുനൻ എന്താണ് പറഞ്ഞത്? അർജുനൻ ജ്ഞാനനിഷ്ഠയാണ് ആഗ്രഹിച്ചത്. എനിക്കിതൊന്നും വേണ്ട, ഞാൻ സന്യസിക്കാൻ പോകുന്നു. ഫലത്തിലെ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനനിഷ്ഠയാണ്. അപ്പൊ കർമ്മസഹിതമായ ജ്ഞാനനിഷ്ഠയല്ല ഗീതാകാരൻ ഉപദേശിക്കുന്നത്. അതാണ് പറയുന്നത്. മറിച്ച് എന്ത് പറഞ്ഞു? നീ കർമ്മം ചെയ്യൂ. എത്രയോ തവണ പറയുന്നു. തസ്മാ യുദ്ധസ്വ ഭാരത. അത് ഗീതയിൽ എന്തെല്ലാം മാർഗങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. ഇതെല്ലാം അർജുനന് ചെയ്യാൻ പറ്റുമോ? വിയുക്ത സേവി ലഘ്വാസി യഥവാക്കായ മാനസ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. ഇതൊന്നും അർജുനന് ചെയ്യാൻ പറ്റത്തില്ല. ശ്ലോകങ്ങൾ ഉദ്ധരിക്കുകയാണെങ്കിൽ എത്രയോ ശ്ലോകങ്ങളുണ്ട്. അത് പറഞ്ഞ് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാം. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അപ്പൊ ശ്ലോകങ്ങൾ പറയുന്നതിനല്ല കാര്യം മനസ്സിലാക്കും. അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗീതയിൽ വ്യക്തമായി നിർദ്ദേശിക്കുന്നുണ്ട്. ഒരുപാട് സാധന മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഒരിടത്ത് പറയുന്നുണ്ട് എന്താണ്? മാന്തോലൊക്കെ അടുക്കി വെച്ച് അതിലിരുന്ന് തത്രൈകാഗ്രം മനഃകൃത്വ എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ ഇരുന്ന് ധ്യാനിക്കണം എന്ന് പറയുന്നു. അർജുനൻ എന്തായാലും കേട്ടിട്ട് മാന്തോലം എടുത്തും കൊണ്ടിരിക്കാൻ പോയോ? അതല്ലേ ചെയ്തത്. അപ്പൊ അത് അർജുനന് വേണ്ടി പറഞ്ഞാണോ? അല്ല. വിയുക്ത സേവി ഒറ്റയ്ക്ക് താമസിക്കണം, ലഘ്വാസി മിതമായി ഭക്ഷിക്കണം, വേദവാക്കായ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം, നിഗ്രഹിക്കണമെന്നെല്ലാം പറഞ്ഞു. ഇതൊക്കെ അർജുനനോട് പറഞ്ഞാണ്. അതിനും അധികാരികൾ വേറെ വേറെയുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞു എന്താണ്? അർജുനനെ നിമിത്തമാക്കി ലോകത്തിലെ ഭിന്ന അധികാരികൾക്ക് വേണ്ടിയാണ് ഇത് ഉപദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനനിഷ്ഠ അതിന് പാകതയുള്ളവർക്ക് ഉപദേശിച്ചു, കർമ്മനിഷ്ഠ അതിന് പാകതയുള്ളവർക്ക് ഉപദേശിച്ചു, ധ്യാനം അതിന് വേണ്ടിയുള്ളവർക്ക് ഉപദേശിച്ചു. ഇനി ഭക്തിയെക്കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ, അതിന് യോഗ്യതയുള്ളവർക്ക് അത് നിർദ്ദേശിച്ചു. ഇതെല്ലാം കൂടി ഒരാൾക്ക് ഒരു സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല, സാധ്യമല്ല. അധികാരി ഭേദമനുസരിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് കർമ്മസഹിതമായ ജ്ഞാനനിഷ്ഠയെ ഗീതാകാരൻ കൂടുതൽ ഊന്നൽ നൽകുന്നു. ഇതേ ഉദ്ദേശിക്കുന്നത് കർമ്മയോഗത്തെയാണ്. ഗീതാകാരൻ കൂടുതൽ ജ്ഞാനനിഷ്ഠയെന്ന് അതിനെ പറയാൻ പാടില്ല, കർമ്മയോഗം. കർമ്മം ചെയ്യുമ്പോഴും
കർമ്മയോഗത്തിൽ ഈശ്വര വിചാരം ഇല്ലെന്നാണോ അതിനർത്ഥം? കർമ്മയോഗത്തിൽ ഈശ്വര വിചാരം ചെയ്ത് കഴിഞ്ഞാൽ ജ്ഞാനനിഷ്ഠയാകുമെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് അവിടെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി. അതാദ്യം ഭാഷ്യത്തിൽ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, അഹന്താത്യാഗത്തോടുകൂടി അത് ചെയ്യുന്നു. ഒരു ജീവന്റെ തന്നെ പല പല അവസ്ഥകളെ കാണിക്കുകയാണ്. അപ്പോൾ കർമ്മസന്യാസപൂർവമായ ജ്ഞാനനിഷ്ഠ അത് കഴിഞ്ഞു വരുന്നതാണ്. അത് കഴിഞ്ഞു വരുന്ന ഒന്നാണ് ആ കർമ്മസന്യാസം. ഈ കാമ്യ കർമ്മങ്ങളെല്ലാം അയാൾ പരിത്യജിച്ചിട്ടു. ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ലോകസേവനം, ഇതൊന്നും ആ പേരുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ഇതൊന്നും കാമ്യ കർമ്മങ്ങളല്ല എന്നാണ്. കാരണം ആ കർമ്മം കൊണ്ട് താൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല, അഭ്യുദയത്തെ ആഗ്രഹിക്കുന്നില്ല. അഭ്യുദയം ആശ്രയിച്ച് താൻ ചെയ്യുന്ന തന്റെ മനഃശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ്. അപ്പൊ അതൊന്നും ഈ പറയുന്ന വൈദിക കർമ്മങ്ങളും ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തരുത്. അപ്പോൾ അത്തരം കർമ്മയോഗം കൊണ്ട് ഒരാൾക്ക് ചിത്തശുദ്ധി വരുമ്പോൾ അയാളിൽ നിന്ന് കർമ്മങ്ങൾ മാറി അയാൾ കേവലം ആത്മധ്യാനത്തിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ലോകത്തിനൊരു അപകടവും വരാൻ പോകുന്നില്ല. ജ്ഞാനനിഷ്ഠയിലിരിക്കാം, മുക്തനായി തീരാം. അതൊന്നും ആർക്കും ദോഷം ചെയ്യുന്ന കാര്യങ്ങളല്ല. അവിടേക്ക് എത്തട്ടെ. ഇപ്പം ജ്ഞാനനിഷ്ഠ വേണോ വേണ്ടേ എന്നുള്ളത് അല്ല. ഇപ്പം നമ്മളെവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ചിത്തശുദ്ധിയെല്ലാം വന്നിട്ടുണ്ട്, രാഗദ്വേഷങ്ങളെല്ലാം മനസ്സിൽ നിന്ന് പോയി. മനസ്സ് ശുദ്ധമായിട്ടുണ്ടെങ്കിൽ ജ്ഞാനനിഷ്ഠ വേണോ വേണ്ടേ അവിടെ നിന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ജ്ഞാനനിഷ്ഠയിലെങ്കിൽ ഇരുന്നാൽ മതി. അതുകൊണ്ട് ആചാര്യസ്വാമികൾ ഇതെല്ലാം വേറെ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഉപദേശിക്കുന്നു എന്നർത്ഥം. അതിന് ആരും പുതിയ സിദ്ധാന്തങ്ങളൊന്നും ഉണ്ടാക്കി കളയരുത്. അപ്പോൾ ഉള്ള സിദ്ധാന്തങ്ങൾ തന്നെ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുകയാണ്. ഇന്ന് പുതിയ സിദ്ധാന്തങ്ങളിലൂടെയൊക്കെ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആരാ പഠിക്കുന്നത്? ഇനി വരുന്നവർക്ക് അതുകൂടി ബുദ്ധിമുട്ടായിത്തീരും. ഇപ്പൊ ഇത്രയും തന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആളെ കിട്ടുന്നില്ല. ആൾക്കാർ രാവിലെ ഓടി ഒളിക്കുകയാണ്. ഇവിടെ ഇരുന്ന് പുതിയ സിദ്ധാന്തങ്ങളിലൂടെ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആരുടെ തലയിൽ ഇതൊക്കെ കെട്ടിവെക്കും. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഭാഷ്യകാരൻ എന്ത് പറഞ്ഞു, ഗീതാകാരൻ എന്ത് പറയുന്നു? ജീവൻ മുക്തർ പ്രാരബ്ധ കർമ്മങ്ങൾ ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ടല്ലോ. അഭ്യാസഘട്ടത്തിൽ യഥാർത്ഥത്തിൽ കർമ്മങ്ങൾ കൊഴിഞ്ഞിരുന്നുവെങ്കിൽ ജ്ഞാനോത്പത്തിക്ക് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടാൻ കാരണമെന്ത്? ഇതിനും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ജീവൻ മുക്തർ പ്രാരബ്ധ കർമ്മങ്ങൾ ചെയ്യുന്നതായി കാണുന്നുണ്ട്. അത് ശരിയാണ്. മഹാത്മാക്കളെല്ലാം ആചാര്യസ്വാമികൾ ഉൾപ്പെടെ ആചാര്യസ്വാമികൾ ഭാഷ്യം രചിച്ചു. ഇനി മഠം സ്ഥാപിച്ചത് വേറൊരു ആചാര്യ ഭാഷ്യം സ്ഥാപിച്ചത്. അങ്ങനെ ആണെങ്കിൽ തന്നെയും എന്തായാലും ഭാഷ്യരചന നടത്തിയല്ലോ, അത് ലോകസംഗ്രഹ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതൊരു പ്രവൃത്തിയാണ്. അത്തരം പ്രവർത്തനങ്ങൾ കാലം മാറി. അതനുസരിച്ച് പിന്നീട് മഠം സ്ഥാപിച്ചു. ഇന്ന് മഹാത്മാക്കൾ ലോക നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നു. ഇതൊന്നും ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങളല്ല, ഇത് ശാസ്ത്രസമ്മതമായിട്ടുള്ള കാര്യങ്ങൾ. ആചാര്യസ്വാമികളുടെ അദ്വൈതത്തിന് വിരോധമായ കാര്യങ്ങളൊന്നും. അദ്വൈതം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം പ്രവൃത്തികളൊന്നും പിന്നെ നടക്കില്ല എന്നർത്ഥമില്ല. പിന്നെ അഭ്യാസഘട്ടത്തിൽ യഥാർത്ഥത്തിൽ കർമ്മങ്ങൾ കൊഴിഞ്ഞിരുന്നുവെങ്കിൽ ജ്ഞാനോത്പത്തിക്ക് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടാൻ കാരണമെന്ത്? അതല്ലേ നമ്മൾ ജനകന്റെ ഉദാഹരണം വന്നിട്ട് അവിടെ ഭാഷ്യകാരൻ അവിടെ തന്നെ ചർച്ച ചെയ്തില്ലേ? ഈ സാധാരണ അധികാരികൾക്ക് വേണ്ടി പറയുന്നു എന്താണ്? നിങ്ങൾ ഈ വിഹിതമായ കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഈ ആടിനെയും മാടിനെയൊക്കെ കൊന്ന് യാഗം നടത്താതെ ഇതെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ ഈ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നു. ഇനി ജനകന്റെയും മറ്റു ഉദാഹരണം പറയുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കർമ്മത്തെ ഉപേക്ഷിച്ചില്ല എന്ന് പറയുന്നു. അതുമായൊരു സമയം അംഗീകരിക്കുന്നുണ്ട്. അവരിൽ കർമ്മം പോകേണ്ട സന്ദർഭം വന്നിട്ടും ആ കർമ്മത്തെ അവർ ഉപേക്ഷിച്ചില്ല. എന്തുകൊണ്ട്? അവരുടെ പ്രാരബ്ധത്തിന്
അനുകൂലമായിരുന്നില്ല. അങ്ങനെ പ്രാരബ്ധമാണ് ഇതിനെ നിശ്ചയിക്കുന്നതെങ്കിൽ പിന്നെ ഉപദേശത്തിന്റെ ആവശ്യമില്ലല്ലോ. കർമ്മത്യാഗത്തിന് പ്രാരബ്ധമുള്ളവർ ത്യജിച്ചോളും, പ്രാരബ്ധമില്ലാത്തവർ അനുഷ്ഠിച്ചോളും. അങ്ങനെ ചോദിക്കാം. അങ്ങനെ ഒരു ചോദ്യം വരാം. അതിന്റെ വിശദീകരണമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രം അത്രേ പറയുന്നുള്ളൂ. ആത്യന്തികമായി പറയുന്നത് അത് തന്നെ. അർജുനനോട് ഭഗവാൻ പറയുന്നു അത് തന്നെ. നിന്റെ പ്രാരബ്ധ അനുകൂലമല്ല, അതുകൊണ്ട് നിനക്ക് കർമ്മത്തെ ത്യജിക്കാൻ പറ്റത്തില്ല. പ്രാരബ്ധ അനുകൂലമാണെങ്കിൽ ത്യജിക്കാൻ പറയുന്നു, സന്യസിക്കാൻ പറയുന്നു. അത് തന്നെ പറയുന്നു. ജനകന് അങ്ങനെ ഒരു പ്രാരബ്ധം ഉണ്ടായിരുന്നില്ല, വീണ്ടും അതിനെ ഉപേക്ഷിക്കാൻ. അതുകൊണ്ട് ജനകന് അത് ഉപേക്ഷിക്കേണ്ടി വന്നില്ല. യാജ്ഞവൽക്കൻ ഭാര്യ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രാരബ്ധം ഉണ്ടായിരുന്നു യാജ്ഞവൽക്കൻ, അതുകൊണ്ട് അത് ചെയ്തു. ഇതിന്റെ ശാസ്ത്ര സമ്മിതി അതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അതുകൊണ്ടത് അതിനെ കർമ്മമായി, അതായത് പലതവണ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ ജ്ഞാനിയുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ വേവലാതിപ്പെടണ്ട ഒരിക്കലും. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ബുദ്ധിമുട്ടിയാൽ മതി. ജ്ഞാനിയുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കണം. കർമ്മം ചെയ്യണമോ അതോ കർമ്മം ഉപേക്ഷിക്കണമോ എല്ലാം അവർക്ക് വിട്ടേക്കുക. നമ്മളിവിടെ ഇരുന്ന് നമ്മളെ തലപോകിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോഴേ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി ജ്ഞാനി ആയിക്കഴിഞ്ഞാൽ ഞാൻ കർമ്മം ചെയ്യുമോ അതോ ഉപേക്ഷിക്കും. ഇപ്പോഴേ ആലോചിച്ചതിന് പ്ലാനും പദ്ധതിയൊന്നും തയ്യാറാക്കണ്ട. ആ സമയത്ത് എന്താണോ നടക്കേണ്ടത് അത് നടന്നോളൂ. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം അതാണ് ഇവിടുത്തെ വിഷയം. അതൊരു വലിയ ചർച്ചാ വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആചാര്യസ്വാമികൾ ഒറ്റ വാക്കിൽ അങ്ങ് തീരും. പ്രാരബ്ധവത്, എന്റെ പ്രാരബ്ധത്തെ അനുസരിച്ചിരിക്കും എന്ന് പറയും. പിന്നെ കർമ്മത്യാഗം എന്തിനു പറയുന്നു? അത് പറഞ്ഞല്ലോ, അത് ഈ വിഹിത കർമ്മങ്ങളുടെ ത്യാഗത്തെയാണ് പറയുന്നത്. അതാണ് പറയുന്നത്. അത് അന്ന് ഒരു കാലഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നു. അത് പറഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം അതതിന്റെ തലങ്ങളിൽ മനസ്സിലാക്കണം. കർമ്മം അതെവിടെ പറഞ്ഞിരിക്കുന്നു, കർമ്മയോഗം എവിടെ പറഞ്ഞിരിക്കുന്നു, കർമ്മത്യാഗം പറഞ്ഞിരിക്കുന്ന എന്ത്, അത് ആ കാലഘട്ടത്തിലെ കർമ്മത്യാഗം എന്താണ്, ഇന്നത്തെ കർമ്മത്യാഗം എന്താണ്, സന്യാസം എന്താണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പിന്നെ മുക്തിയുടെ നിലയിൽ എന്താണ്, മുക്തിയിൽ കാണുന്ന കർമ്മങ്ങൾ, മുക്തിയിലെ കർമ്മത്യാഗം, ഇതെല്ലാം നമ്മൾ അതാതിന്റെ തലങ്ങളിൽ മനസ്സിലാക്കണം. ഇത് നമ്മൾ ഒരു പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ അതിന് ഒരു തരത്തിൽ എഴുതിയിരിക്കും, വേറെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ അതിന് വേറെ തരത്തിൽ എഴുതിയിരിക്കും. ഇങ്ങനെ പല പുസ്തകങ്ങൾ വായിച്ച് മനസ്സിന് വരുന്ന ആശയക്കുഴപ്പങ്ങളാണ്. അത് പലതും വായിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പറയുമ്പം മനസ്സിൽ ഉറക്കത്തുമില്ല. ഞാൻ മുമ്പ് കേട്ടതല്ലല്ലോ ഈ പറയുന്നതെന്ന് വിചാരിച്ചാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പഴയ സംസ്കാരം തന്നെ വീണ്ടും പ്രബലമായിരിക്കും. അതായത് ഈ കാര്യങ്ങൾ ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ഈ പറയുന്നത് കേൾക്കുന്ന സമയത്തും ചിന്തിക്കുന്നത് പഴയ കാര്യങ്ങളാണ്, പണ്ട് പഠിച്ച കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതായത് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ഒരു സംശയങ്ങളൊന്നും നിലനിൽക്കത്തില്ലെന്നാണ് പറഞ്ഞ എന്റെ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ തോന്നുന്നു. അപ്പം അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല? ഞാനീ പറയുമ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ കാര്യങ്ങൾ, പണ്ട് പഠിച്ച കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അത് പാടില്ല.
എന്തായാലും ഞാൻ പറഞ്ഞതിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല എന്നെനിക്ക് ഉറപ്പാണ്. കാരണം എനിക്ക് ആശയക്കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാനായിട്ട് പറഞ്ഞൊരു ആശയക്കുഴപ്പം എന്തായാലും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആശയക്കുഴപ്പമേ ഉള്ളൂ. അപ്പം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഇവിടെ ഞാൻ പറയുന്ന ഒന്ന്, കേൾക്കുന്ന വേറൊന്ന്. പണ്ട് പഠിച്ച കാര്യങ്ങൾ വീണ്ടും അതിനെ തന്നെ ഓർക്കുന്നു. അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മൾ ആർജിച്ച പല സംസ്കാരം അല്ല, ഇത് ഇവിടെ അങ്ങനെ വരുന്നതിനുള്ള ഒരു സന്ദർഭവും കാണുന്നില്ല. പിന്നെ ഇത് സ്വയം പഠിച്ചാണ്. ഇവിടെ വന്ന് സമ്പാദിച്ചതും ആയിരിക്കത്തില്ല. ഇവിടെ അതിനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ടായി. പല പുസ്തകങ്ങളും നോക്കി വായിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പലതും തെറ്റായി ധരിക്കുകയും ഇപ്പോൾ ഇത് കേൾക്കുകയും ഇതെല്ലാം കൂടെ ഒന്ന് ഒരാശയക്കുഴപ്പത്തിൽ വരുന്നതാണ്. ആശയവ്യക്തത ഇല്ലാതെ വരുന്നു. അത് പാടില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു എന്നാണ് എന്റെ ധാരണ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പം വരേണ്ട കാര്യം ഇല്ല. കർമ്മം, കർമ്മയോഗം, കർമ്മത്യാഗം, കർമ്മസന്യാസം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ വളരെ വ്യക്തമായി തന്നെ ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ കേൾക്കുക, ആവർത്തനം. ഗീതയൊക്കെ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ ഞങ്ങൾക്കിത് പറഞ്ഞിരുന്ന സമയത്ത് ആചാര്യന്മാർ പറയും, എന്താണ്, 1 മണിക്കൂർ നിങ്ങളിത് കേട്ടുകഴിഞ്ഞാൽ ഒരു 5 മണിക്കൂറെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഇതുപോലെ എന്ന് പറയുമായിരുന്നു. എല്ലാം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. കേൾക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമാകണമെങ്കിൽ ഒരു 5 മണിക്കൂർ ചിന്തിക്കണം. അന്ന് ഇതുപോലെ കാസറ്റും ടേപ്പും ഒന്നുമില്ല. പറഞ്ഞത് പിന്നെ ഓർമ്മയിൽ നിന്ന് ചിന്തിക്കാനേ പറ്റും. പിന്നെ പുസ്തകത്തിന്റെ സഹായത്തോടും. ഇന്നതല്ല, കാസറ്റും അതും ഇതൊക്കെ ഉണ്ട്. വീണ്ടും ഇത് ചിന്തിക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. പറഞ്ഞത് വള്ളി വിസർഗം വിടാതെ അതേപോലെ തന്നെ വീണ്ടും കേൾക്കാം. എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്ന് കഴുത്തിന് പിടിക്കാനുള്ള സൗകര്യം ഇന്നുണ്ടാകുന്നില്ലായിരുന്നു. പിന്നെ പറഞ്ഞാൽ പറയാം, ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞത് പോവുകയും ചെയ്യും. അതോടെ തീർന്നു. ഇന്നങ്ങനെയല്ല, അതിന് തെളിവുണ്ട്. അപ്പം പിന്നെ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടെ? 4 മണിക്കൂറോ 5 മണിക്കൂറോ വീണ്ടും ആ കാര്യം ചിന്തിക്കാം. അതുകൊണ്ട് ഇതിനുള്ള ബ്രഹ്മസൂത്രത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നാണ് എന്റെ ഒരു വിശ്വാസം. ബ്രഹ്മസൂത്രത്തിലെ 4 സൂത്രങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ മിക്കവാറും ഇത്തരം വിഷയങ്ങൾ മുഴുവൻ അവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു എന്നതാണ്. ഏറ്റവും നല്ല ഡോസ് തന്നെ ആദ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഡോസ് മതി. അതുകൊണ്ടാണ് ആദ്യം ബ്രഹ്മസൂത്രം തന്നെ എടുത്തത്. പക്ഷെ അതങ്ങോട്ട് ഏറ്റില്ലെന്നാ ഇപ്പൊ തോന്നുന്നു. ഞാൻ കിടന്ന് അധ്വാനിച്ചത്, ഞാനിവിടെ ഇരുന്ന് വേർത്തത് മാത്രം വെറുതെ എന്നാ തോന്നുന്നു. അതുകൊണ്ട് അത് ഒന്നുകൂടെ ആവർത്തിക്കുക. ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് എന്ന് കരുതി ആരും ഒളിച്ചു പോകേണ്ട കാര്യമില്ല. പ്രയാസമുള്ള കാര്യം തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണ്. ആവർത്തിക്കുക. ആവർത്തിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായി വരും. എന്തായാലും സംശയങ്ങളുണ്ടല്ലോ, അത് പരിഹരിക്കുകയും ചെയ്യണമല്ലോ. അതിന് വേറൊരു ഉപായവും കാണുന്നില്ല. അത് ആവർത്തിക്കുക. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് ഈ സംശയങ്ങൾ പരിഹരിക്കുക. പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഓം ശ്രീ ഗുരുഭ്യോ നമഃ.